السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل آيات بينات وكتابا مبينا تبيانا وتفصيلا لكل شيء وهدى وبشرى للمسلمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر طريق، ونحن اليوم في جلسة العاشرة من تدبر سورة الأنعام، وقد أكملنا كم آية؟ أكملنا 73 آيات من تلك السورة. സൂറത്തുൽ അൻആം 73 സൂക്തങ്ങൾ നമ്മൾ ചർച്ച ചെയ്ത് കഴിഞ്ഞു. 74 മുതൽ 81 വരെയുള്ള സൂക്തങ്ങളാണ് നമുക്കിന്ന് ചർച്ച ചെയ്യേണ്ടത്. അതിൽ പുതുതായി ഒരു 3-4 പദങ്ങളുണ്ട്. ആ പദങ്ങൾ നമ്മൾ അയക്കാൻ കുറച്ച് വൈകിട്ടുണ്ട്. ഒന്ന് മലക്കൂത്താണ്. മലക്കൂത്ത് എന്ന് പറയുന്നത് കദാലിക നബി ഇബ്രാഹിമ മലക്കൂത്ത് സമാവാത്ത് എന്ന് പറയും. മലക്കൂത്ത് എന്ന് പറഞ്ഞാൽ മുൾക്ക് എന്നതാണ്. പക്ഷേ മുൾക്ക് എന്ന് പറയുമ്പോൾ ആധിപത്യം, അതിന്റെ ആധിക്യത്തിന്റെ രൂപം പറയുന്നതിന് വേണ്ടിയാണ് മലക്കൂത്ത് എന്ന് പറഞ്ഞിരിക്കുന്നത്. അഥവാ മുൾക്ക് എന്ന് പറഞ്ഞാൽ 3 അക്ഷരമേ ഉള്ളൂ. മലക്കൂത്ത് എന്ന് പറയുമ്പോൾ എത്ര അക്ഷരമുണ്ട്, അതനുസരിച്ച് അതിന്റെ ഡെപ്ത് കൂടും. അക്ഷരം കൂടുന്നതിനനുസരിച്ച് ഒരേ അർത്ഥമുള്ള പദങ്ങൾ വരുമ്പോൾ അക്ഷരം കൂടുന്നതിനനുസരിച്ച് അതിന്റെ ഇന്റൻസിറ്റി വർദ്ധിക്കും. അപ്പൊ അങ്ങനെ അതിന്റെ തീവ്രത അല്ലെങ്കിൽ അതിന്റെ പ്രാധാന്യം ഊന്നി പറയുന്നതിനാണ് മലക്കൂത്ത് എന്ന് പറയുന്നത്. മറ്റൊന്ന് ജിന്ന് എന്ന് പറഞ്ഞാൽ തന്നെ മറഞ്ഞത് എന്നാണ്. നമുക്ക് കാണാൻ പറ്റാത്ത ഒരു സൃഷ്ടികളാണ് ജിന്ന്. അപ്പോ ജന്ന എന്ന് പറയുമ്പോൾ അതിന്റെ അക്ഷരാർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ജന്ന അലൈഹിൽ ലൈലു എന്ന് പറഞ്ഞാൽ ഇഷ്തദ്ദ ലലാമു, അന്ധകാരം തീവ്രമായി എന്നർത്ഥം, കൂടി, ഇരുളൊന്ന് മൂടി. മറ്റൊന്ന് കൗക്കബാണ്. കൗക്കബ് നമ്മൾ പഠിച്ചിട്ടുണ്ടാവുന്നു. കൗക്കബ് പുതിയ വാക്കല്ല. കൗക്കബ് കവാക്കിബ് മുൻതസറത്ത് പഠിച്ചിട്ടുണ്ട്. അപ്പൊ കൗക്കബ് നക്ഷത്രം. മറ്റൊരു വാക്ക് അഫല എന്നാണ്. അഫല എന്ന് പറഞ്ഞാൽ അഫല എന്നല്ല, അഫല എന്ന് പറയുമ്പോഴത്തേക്ക് ആയിൻ ഫായിൻ ലായും ചേർന്നതാണ്. അഫലാത്ത അഖലൂൻ, അഫലാത്ത തഫക്കറൂൻ എന്നൊക്കെ പറയുന്ന അഫല വരുമ്പോഴത്തേക്ക് അതെന്താണ്, അത് ആ ആണോ ഉണ്ടോ എന്നുള്ള ആയിൻ ഫായും, അതിനല്ലപ്പോൾ അങ്ങനെ എന്നുള്ള ഫായും ലാ എന്ന ഇല്ല അല്ല എന്ന ലായും കൂടി ചേർന്നിട്ടാണ് അഫല വരുന്നത്. ഇവിടെ എന്താണ് അഫല എന്ന് പറഞ്ഞാൽ ഒരു ഫിഴലാണത്. എന്ന് പറഞ്ഞാൽ ഹാബ എന്നാണ്, മറഞ്ഞു. അഫലയുടെ അപൂർണക്രിയ എന്ന് പറഞ്ഞാൽ യഫുലു എന്ന്. മറ്റൊരു വാക്ക് ബസഗ, ഫലമ്മാ റഅ അശ്ശംസ, ബാസഖൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഉദിച്ചുയർന്നു. മറ്റൊരു വാക്ക് സുൽത്താനാണ്. സുൽത്താൻ നേരത്തെ വന്നിട്ടുണ്ടായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. സുൽത്താൻ എന്ന് പറഞ്ഞാൽ തെളിവ് പ്രമാണം. തെളിവ് പ്രമാണം എന്ന അർത്ഥത്തിലാണ് നാം നേരത്തെ പഠിച്ചിട്ടുള്ളത്. അതേപോലെ സുൽത്താന് അധികാരം എന്നും അർത്ഥമുണ്ട്. അധികാരം അല്ലെങ്കിൽ ആധിപത്യം എന്നും എന്തുണ്ട്, അതിന് അർത്ഥമുണ്ട്. അപ്പോൾ അതാണ് വാക്കർത്ഥം. പിന്നെ ശ്രദ്ധിക്കേണ്ടത് നമുക്ക് വാക്യഘടനയാണ്. വാക്യഘടനയിൽ ഇതിൽ പ്രത്യേകിച്ച് പറയേണ്ട വാക്യഘടനകളൊന്നുമില്ല. ഫിഅല്, ഫാഇല്, മഫ്ഊല്, മുബ്തദ, ഖബർ, ആ രീതിയിലുള്ള പദങ്ങളാണ് വന്നിട്ടുള്ളത്.
ഓക്കെ, ഞാൻ പാരായണം ചെയ്യാം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? മനസ്സിലേക്ക് അർത്ഥം വരുന്നുണ്ടോ എന്ന് നോക്കുക. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال إبراهيم لأبيه آزر أتتخذ أصناما آلهة إني أراك وقومك في ضلال مبين وكذلك نري إبراهيم ملكوت السماوات والأرض وليكون من الموقنين فلما جن عليه الليل رأى كوكبا قال هذا ربي فلما أفل قال لا أحب الآفلين فلما رأى القمر بازغا قال هذا ربي فلما أفل قال لئن لم يهدني ربي لأكونن من القوم الضالين فلما رأى الشمس بازغة قال هذا ربي هذا أكبر فلما أفلت قال يا قوم إني بريء مما تشركون إني وجهت وجهي للذي فطر السماوات والأرض حنيفا وما أنا من المشركين وحاجه قومه قال أتحاجوني في الله وقد هدان ولا أخاف ما تشركون به إلا أن يشاء ربي شيئا وسع ربي كل شيء علما أفلا تتذكرون وكيف أخاف ما أشركتم ولا تخافون أنكم أشركتم بالله ما لم ينزل به عليكم سلطانا فأي الفريقين أحق بالأمن إن كنتم تعلمون وإذ قال إبراهيم لأبيه آزر ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ സന്ദർഭം ലി അബീഹി തന്റെ പിതാവിനോട് ആസറ അതായത് ആസർ. അപ്പോ അബീഹി എന്ന് പറഞ്ഞിട്ടുണ്ട്. ലി അബീഹി തന്റെ പിതാവിനോട്. അപ്പൊ എന്താണ് ലി വന്നത് കൊണ്ട് അബിന് കസ്റ വന്നു. അബീഹി അദ്ദേഹത്തിന്റെ പിതാവ്. ലി അബീഹി തന്റെ പിതാവിനോട്. അവിടെ കസ്റ വന്നത് എന്താണ്? എങ്ങനെയാണ്? യാന്റെ രൂപത്തിലാണ് കസ്റ കൊടുത്തത്. അബിന് എന്ത് ചെയ്തു? കസ്റ കൊടുത്തപ്പോ യാ കൊണ്ടാണ് കസ്റ കൊടുത്തിരിക്കുന്നത്. അബി അബു. അപ്പൊ അബു വരുമ്പോഴത്തേക്ക് വമ്മ കൊണ്ട് വാവ് കൊണ്ട് റഫ ചെയ്തു. അബി വരുമ്പോ യാ കൊണ്ട് ജർ ചെയ്തു. അബ വരുമ്പോ അലിഫ് കൊണ്ട് നസ്ബ് ചെയ്തു എന്നാണ് നമ്മൾ പറയേണ്ടത്. കാരണം ഇതാണ് അസ്മാ ഉൽ ഖംസയിൽപ്പെട്ടതാണ്. അബും അഹുമാണ് ഖുറാനിൽ അധികം വന്നിരിക്കുന്നത്. അസ്മാ ഉൽ ഖംസയിൽ. ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഹമ, ഫു, സു. അബ്, അഹ്, ഫമ, ഹമ, ഫു, ഫൂസു. അബീഹി ആസറ. അപ്പൊ ആസറിന് എന്തുകൊണ്ട് നസ്ബ് വന്നു? ആർക്കും പറയാം? അബീഹി مفعول به. أين الفعل؟ فعل എവിടെ? അബീഹി എന്ന് പറഞ്ഞപ്പോ അബിന് എന്ത് ചെയ്തു? കസ്റാണ്. ആ അബിന് പകരമാണ് എന്ത് വന്നിരിക്കുന്നത്? ആസർ വന്നിരിക്കുന്നത്. അപ്പൊ ബദല് വരുമ്പോ അതിന്റെ ഏതിന് പകരമാണോ ആ പദം വന്നിരിക്കുന്നത് ആ പദത്തിന്റെ അടയാളമാണ് ഇതിന് കൊടുക്കേണ്ടത്. അപ്പൊ അബിന് കസ്റാണ്. ആസർ എന്താണ്? അനറബി പദമായതിനാൽ അതിന് കസ്ർ സ്വീകരിക്കില്ല. കസ്ർ പകരം എന്ത് ചെയ്തു? ഫത്തഹ കൊടുത്തതാണ്. അപ്പൊ മജ്റൂറാണ്. പക്ഷേ അത് പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഫത്തഹിന്റെ രൂപത്തിലാണ്. കാരണം അത് കസ്ർ സ്വീകരിക്കില്ല.
അപ്പൊ ഇതാണ് ഇദ്ഖാല ഇബ്രാഹിം ലി അബീഹി, തന്റെ പിതാവിനോട് പറഞ്ഞ സന്ദർഭം. പിതാവാരാണ്? ആസർ, അതായത് ആസർ. അത് കഴിഞ്ഞിട്ട് അതത്തഖിദു അസ്നാമൻ ആലിഹതൻ ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ, ഇതാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ പദം. ഇബ്രാഹിം നബി അലൈഹി സ്വലാം പറഞ്ഞ പദങ്ങൾ ഇതാണ്. അപ്പൊ കാല എന്ന് പറഞ്ഞു, കാല പറഞ്ഞു. എന്ത് പറഞ്ഞു? അതെന്താണ്? അതത്തഖിദു അസ്നാമൻ ആലിഹതൻ ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ മുബീൻ, ഇത്രയും കാര്യമാണ് പറഞ്ഞത്. നമ്മൾ ഇംഗ്ലീഷിലൊക്കെ എഴുതുമ്പോൾ കൊട്ടേഷൻ മാർക്കിനകത്ത് വരും. ഖുറാനിൽ അങ്ങനെ കൊട്ടേഷൻ മാർക്ക് ഇല്ലാത്തതുകൊണ്ടാണ് അങ്ങനെ വേറെ അടയാളങ്ങളൊന്നുമില്ല. അതുകൊണ്ടാണ് അതങ്ങനെ അങ്ങനെ തന്നെ കൊടുത്തിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് കൊട്ടേഷൻ മാർക്കിനകത്ത് കൊടുക്കേണ്ട സംഭവം? അതിനാണ് കാല എന്ന് പറഞ്ഞു. അതിന്റെ മഖൂലുൽ ഖൗല് പറഞ്ഞത് എന്താണ് എന്ന്, പറയപ്പെട്ട വാക്യം എന്താണ്? അതത്തഖിദു അസ്നാമൻ ആലിഹതൻ ഇന്നി അറാക വ ഖൗമക ഫീ ളലാലിൻ. ഇനി ആ വാക്യം മാത്രം എടുത്തു നോക്കാം. അതത്തഖിദു അസ്നാമൻ ആലിഹതൻ, അതത്തഖിദു താങ്കൾ സ്വീകരിക്കുകയാണോ അല്ലെങ്കിൽ ആക്കുകയാണോ? അസ്നാമൻ, സ്വനമിന്റെ ബഹുജനമാണ് അസ്നാമ്. നേരത്തെ പഠിച്ചിട്ടുണ്ടായിരുന്നു. സനമ വിഗ്രഹം, അതിന്റെ ബഹുജനം അസ്നാം. ആലിഹത്ത് ഏകവചനം ഇലാഹ്. അപ്പം അതത്തഖിദു എന്നത് നീ താങ്കൾ ആക്കുകയാണോ, വിഗ്രഹങ്ങളെ ആക്കുകയാണോ, എന്താക്കുകയാണോ? ആലിഹത്താക്കുക. ജഅലക്ക് രണ്ട് മഫ്ഊലുൻ ബിഹി ഉള്ളത് പോലെയാണ് ഇത്തഖദക്ക് രണ്ട് മഫ്ഊലുൻ ബിഹി വരുന്നത്. താങ്കൾ വിഗ്രഹങ്ങളെ ആക്കുകയാണോ, എന്താക്കുകയാണോ? ആലിഹത്ത്, ദൈവങ്ങളാക്കുകയാണോ? ദൈവങ്ങളാക്കുകയാണോ? അപ്പൊ ഇവിടെ ചോദിക്കുന്നത് എന്താണ്? ചോദ്യം അല്ല, അതാണ് ഒരു ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യമല്ല. മറിച്ച് എന്താണ്? അതിനെ പുച്ഛിച്ചുകൊണ്ടുള്ള ചോദ്യമാണ്. ഈ ബിംബങ്ങളെയാണോ ദേവതകളാക്കുന്നത് എന്ന ചോദ്യമാണ്. അപ്പോൾ ബിംബങ്ങൾക്ക് എങ്ങനെ ദേവതയാകാൻ, ദേവന്മാരാകാൻ കഴിയും എന്നതാണ് ചോദ്യം. ഇന്നി അറാക വ ഖൗമക, ഇന്നി അറാക വ ഖൗമക. അപ്പൊ അറാക്കയിലെ കാഫ് മഫ്ഊലുൻ ബിഹിയാണ്. അറ ഞാൻ കാണുന്നു, ക താങ്കള്. വ ഖൗമക, ആ മഫ്ഊലുൻ ബിഹിയോട് വാവ് കൊണ്ട് ചേർത്തത് കൊണ്ടാണ് ഖൗമ് മഫ്ഊലുൻ ബിഹി അടയാളം വന്നത്. അപ്പൊ അതിനും എന്ത് ചെയ്തു? നസ്ബ് ചെയ്തു. ഖൗമക, താങ്കളെയും താങ്കളുടെ സമൂഹത്തെയും ഞാൻ കാണുന്നത് ഫീ ളലാലിൻ മുബീൻ, വ്യക്തമായ വഴികളിലാണ്. മുബീൻ എന്ന് പറഞ്ഞാൽ വ്യക്തമായ വഴികളിലാണ്. വലാൽ. വകദാലിക നുരി ഇബ്രാഹിമ മലകൂത സമാവാതി, ദാലിക അപ്രകാരമാണ് നുരി ഇബ്രാഹിമ, നാം ഇബ്രാഹിമിന് കാണിച്ചു കൊടുക്കും. എന്ത് കാണിച്ചു കൊടുക്കുന്നത്? മലകൂത സമാവാതി. ഡിസ്റ്റർബൻസ് ഉണ്ട്. മലക്കൂത്ത സമാവാതി, ആകാശ സമാവാതി വൽ അർദ്. ഷീബയുടെ മൈക്കാണ് കേട്ടോ. ഷീബയുടെ മൈക്കാണ് ഓഫ് ചെയ്യും. എന്തെങ്കിലും ചോദിക്കാൻ നേരത്തെ ഓൺ ചെയ്തോ, അല്ലെങ്കിൽ പിന്നെ എന്ത് ചെയ്യാം, ഓഫ് ചെയ്യാം, ഉടനെ ഓഫ് ചെയ്യാം. മലക്കൂത്ത സമാവാത്തി വൽ അർദ്, ആകാശഭൂമികളുടെ ആധിപത്യ വ്യവസ്ഥ. അപ്പൊ ഇതിൽ എന്തുണ്ട്? നേരത്തെ പറഞ്ഞു നമ്മൾ ഡെപ്ത് ഉണ്ടെന്ന് പറഞ്ഞു, ഇന്റൻസിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. അതായത് തീവ്രത, അല്ലെങ്കിൽ അതിന്റെ എന്താ പറയാ, വിശാലത. ആകാശഭൂമികളുടെ അപ്പം മറ്റൊരു സംഗതി, ഇത് അപ്രത്യക്ഷമാണ്. ഈ ആധിപത്യ വ്യവസ്ഥ എന്താണ്? അപ്രത്യക്ഷമാണ്, ജനങ്ങൾ കാണാൻ പറ്റില്ല. അപ്രത്യക്ഷമായ ഒരു അദൃശ്യമായ ഒരു സംഗതിയിലെ പിടുത്തത്തിലാണുള്ളത്. അതാണ് ജനങ്ങളെ കൊണ്ട് ചിന്തിപ്പിക്കുന്നത്. ചിന്തിച്ച് മനസ്സിലാക്കി ഗ്രഹിച്ച് ആണ് ദൈവത്തെ കണ്ടെത്തി ആ ദൈവത്തെ ആരാധിക്കണം. അതിവിടെ എല്ലാവരും വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ ആധിപത്യ വ്യവസ്ഥയുണ്ട്.
അതിനെക്കുറിച്ച് പഠിക്കണം, ചിന്തിക്കണം എന്ന് ആരെങ്കിലും ബുദ്ധിപൂർവ്വം പറഞ്ഞാൽ അവരെന്താക്കും? തീവ്രവാദികളാക്കും. അങ്ങനെ തീവ്രവാദികളാണ് എന്ന് പറയുന്നവരാരാണോ അവർ എന്ത് ചെയ്തിരിക്കുന്നു? ഇതിനെക്കുറിച്ച് മനസ്സിലാക്കിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇവർ തീവ്രവാദികളാണ് എന്ന് പറയുന്നത്. തീവ്രവാദികളല്ലാത്തവരെ തീവ്രവാദികളാണ് എന്ന് പറയുന്നത് എന്തുകൊണ്ട് എന്ന് ചോദിച്ചാൽ, അവർ ചില നല്ല കാര്യങ്ങൾ പറയുന്നുണ്ട്. ആ പറയുന്നത് ഇവർക്ക് അരോചകമാകുന്നു, അല്ലെങ്കിൽ അവരുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് തടസ്സമുണ്ടാകുന്നു. അപ്പൊ മനസ്സിലാക്കണം, ഇവരെന്തോ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് നമ്മളെ കുറിച്ച്. അതാണ് ആ ആധിപത്യ വ്യവസ്ഥയെ. അങ്ങനെയാണ് നാം ആ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിനെ കാണിച്ചു. എന്തിനാ കാണിച്ചു കൊടുത്തത്? ലിയകൂന മിനൽ മൂഖിനീൻ. അദ്ദേഹം മൂഖിനീന്റെ ഫേല് മാളി അവല് വസിന് എന്തായിരിക്കും? അയ്ഖന. അയ്ഖന അയ്ഖന യൂഖിനു. അയ്ഖന യൂഖിനു അതിന്റെ ഇസ്മുൽ ഫാഇലാണ് മൂഖിനുൻ. അതിന്റെ ബഹുവചനമാണ് മൂഖിനൂൻ. മിൻ വന്നതുകൊണ്ട് മൂഖിനീനായി. മിനൽ മൂഖിനീൻ, ഉറച്ചു വിശ്വസിക്കുന്നവരുടെ. അയക്കന ഉറപ്പിച്ചു. ഉറച്ചു വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ അദ്ദേഹം ഉൾപ്പെടുന്നതിന് വേണ്ടി. ഇത് നമ്മൾ സൂറത്ത് ബക്കറയിലും പഠിച്ചായിരുന്നു. ഒരു ഉദാഹരണം പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹി സ്വലാം ചോദിച്ചു, റബ്ബി അരിനി കൈഫ തുഹ്യിൽ മൗത. ജീവിച്ചിരിക്കുന്നവരെ മരിച്ചവരെ എങ്ങനെ ജീവിപ്പിക്കുമെന്ന് താങ്കൾ അല്ലാഹ് എനിക്കൊന്ന് കാണിച്ചു തരണം. കാല അവലം തുഅ്മിൻ കാല വലാകിൻ ലിയത്മഇന്ന ഖൽബി. എന്റെ ഹൃദയം സമാധാനം കൊള്ളുന്നതിന് വേണ്ടിയാണ് എന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചില സംഗതികൾ പ്രവാചകന്മാർക്ക് ബോധ്യപ്പെടേണ്ടതുണ്ട്. കാരണം അവർ ഇതിന്റെ വക്താക്കളാണ്, ഇത് പറഞ്ഞു കൊടുക്കുന്നവരാണ്. അവരെ സംബന്ധിച്ചോളം ഇത് വ്യക്തമാകേണ്ടതുണ്ട്. ഇപ്പൊ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമയ്ക്ക് ഈ ആധിപത്യ വ്യവസ്ഥ അള്ളാഹ് കാണിച്ചു കൊടുക്കുന്നു. അദൃശ്യ കരങ്ങളാൽ അദൃശ്യമായ ഈ ശക്തി ഇതെങ്ങനെയാണ് നിലകൊള്ളുന്നത് എന്നുള്ള കാണിച്ചു കൊടുക്കുന്നതാണ്. അദ്ദേഹം ഉറച്ചു വിശ്വസിക്കുന്നവരുടെ കൂട്ടത്തിൽ ഉറച്ചു വിശ്വസിക്കുന്നവരിൽ ഉൾപ്പെടുന്നതിന് വേണ്ടി. ഫലമ്മ ജന്ന അലൈഹിൽ ലൈൽ. ജന്ന എന്താ പറഞ്ഞത്? ഇരുൾ മൂടി. ജന്ന അലൈഹിൽ ലൈലു, രാത്രി ഇരുൾ മൂടിയപ്പോൾ, അദ്ദേഹത്തിന് രാത്രി ഇരുൾ മൂടിയപ്പോൾ റആ കൗകബൻ. അഥവാ ഇതൊരു ജനസമൂഹത്തിൽ വെച്ചാണ്, അല്ലെങ്കിൽ ഒരു കൂട്ടം ആൾക്കാരുടെ മുന്നിൽ വെച്ചാണ് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമും ഈ സംഭാഷണം നടത്തുന്നത്. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കണം. അതെന്ത് ചെയ്യുന്നില്ല, അത് മനസ്സിലാകുന്ന വിഷയമായതുകൊണ്ട് അത് പ്രത്യക്ഷത്തിൽ പറയുന്നില്ല. ഒരു കഥ വിവരിക്കുന്നത് പോലെയല്ല ഖുർആൻ സംഭവങ്ങൾ വിവരിക്കുന്നത്. ആ പറയുന്ന പോയിന്റ് അത് ജനമധ്യത്തിൽ പറയുന്നതാണ് എന്ന് സംഭാഷണത്തിൽ മനസ്സിലാകും എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, അങ്ങനെ അദ്ദേഹം ഒരു കൂട്ടത്തിൽ അടുക്കലേക്ക് ചെന്നു സംഭാഷണം തുടങ്ങി എന്ന കാര്യങ്ങളൊന്നും പറയുന്നില്ല. അങ്ങനെ ഇരുൾ മൂടിയപ്പോൾ അദ്ദേഹം പറഞ്ഞു ആ കൗകബൻ, അദ്ദേഹം നക്ഷത്രങ്ങളെ കണ്ടു. ആ നക്ഷത്രം എന്താണ്? ഇത് നമ്മൾ മനസ്സിലാക്കേണ്ട സംഭവം കൂടിയാണ്. നക്ഷത്രം എന്താണ്? വളരെ അകലെയാണ്, അത് കാണുമ്പോൾ ചെറുതാണ്, അതിൽ പ്രകാശമുണ്ട്. ഇതാണ്, വളരെ ദൂരത്താണ്, ചെറുതായിട്ടാണ് കാണുന്നത്, അത് പ്രകാശവും ഉണ്ട്. അപ്പോ കൗക്കബിനെ കണ്ടപ്പോ അത് റബ്ബി, ഇതെന്റെ റബ്ബാണ്. അപ്പൊ ഇതെന്താണ്? ഇത് അദ്ദേഹം ആരാധനാ രൂപത്തിൽ പറഞ്ഞു എന്നല്ല എന്റെ അർത്ഥം. മറിച്ച് അദ്ദേഹം ഒരു പ്രബോധനത്തിന്റെ രീതിശാസ്ത്രം എന്ന നിലയ്ക്ക് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ അദ്ദേഹം കള്ളം പറഞ്ഞു, അല്ല അദ്ദേഹം ഇതിനെ ആരാധിച്ചു എന്നൊന്നും അതിന് കണക്കാക്കേണ്ട കാര്യമില്ല. അദ്ദേഹം ബൗദ്ധികമായ ഒരു സംഭവം, ഒരു രീതി, ഒരു ശൈലി സ്വീകരിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. ഹാദാ റബ്ബി, ഇതെന്റെ റബ്ബാണ് എന്ന് ജനങ്ങളോട് പറഞ്ഞു. ഇതെന്റെ റബ്ബാണ്. ഫലമ്മ അഫല, അത് അസ്തമിച്ചപ്പോൾ, ആ നക്ഷത്രം അപ്രത്യക്ഷമായപ്പോൾ, ഹാബ അപ്രത്യക്ഷമായി. അഫല എന്ന് പറഞ്ഞാൽ ഹാബന്ന്. അഫല യഫുലു, ഖാല ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അസ്തമിക്കുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അപ്പൊ ഇത് പറയുന്നതിന് വേണ്ടിയാണ് എന്ത് ചെയ്തത്? ആ നക്ഷത്രത്തെ നോക്കിയിട്ട് ഞാൻ ഇതെന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. ഇതിന്റെ റബ്ബാണ് എന്ന് പറഞ്ഞു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് അസ്തമിച്ചു. അപ്പൊ ദീർഘനേരം ഇബ്രാഹിം നബി അലൈഹി സ്വലാം ആ ജനങ്ങളോടൊപ്പം കഴിച്ചു കൂട്ടുന്നു എന്നുകൂടെ മനസ്സിലാക്കണം. ഒരു നക്ഷത്രം പ്രത്യക്ഷമാവുകയും അത് അപ്രത്യക്ഷമാവുകയും, അതേപോലെ
ഇത് ഒരു സമയത്ത് തന്നെ ആയിക്കൊള്ളണമെന്നുമില്ല. ഒരേ സമയത്താണ് അദ്ദേഹം സൂര്യനെ കണ്ടത്, ചന്ദ്രനെ കണ്ടത്, നക്ഷത്രങ്ങളെ കണ്ടത് എന്നും ആയിക്കൊള്ളണമെന്നില്ല. ഒരു സന്ദർഭത്തിൽ അദ്ദേഹം നക്ഷത്രത്തെ കണ്ടപ്പോ എന്ത് ചെയ്തു? ഇതെന്റെ റബ്ബാണെന്ന് പറഞ്ഞു. ആ നക്ഷത്രം അസ്തമിച്ചപ്പോ ഇത് ലാ ഉഹിബ്ബുൽ ആഫിലീൻ, അപ്രത്യക്ഷമാകുന്നവയെ ഞാൻ, അസ്തമിക്കുന്നവയെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ അസ്തമിക്കുന്നവ റബ്ബാകാൻ യോഗ്യമല്ല. ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞതിന് ഇതെന്റെ റബ്ബല്ല എന്ന് പറയുന്നതിന് പകരം ഇത് സാഹിത്യമായ ശൈലിയാണ്. ഇതെന്റെ റബ്ബല്ല എന്ന് പറയുന്ന, ഇതല്ല എന്റെ റബ്ബ് എന്ന് പറയുന്നതിന് പകരം എന്താണ്? ലാ ഉഹിബ്ബുൽ ആഫിലീൻ. അപ്പൊ എന്തായി? അത് നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്റെ റബ്ബല്ല, അതിനെ ഞാൻ അപ്രത്യക്ഷമാകുന്നത് ഞാൻ റബ്ബാകാൻ യോഗ്യമല്ല എന്നൊക്കെ പറയുന്നതിന് പകരം ഒറ്റ പോയിന്റേ പറഞ്ഞുള്ളൂ. 3 കാര്യം അതിൽ വന്നു. ലാ ഉഹിബ്ബുൽ ആഫിലീൻ എന്ന് പറഞ്ഞതോടുകൂടി ലൈസ ഹദാ റബ്ബി, ഇതെന്റെ റബ്ബല്ല, അത് റബ്ബാകാൻ യോഗ്യമല്ല. രണ്ടാമത്തെ പോയിന്റ്, അത് റബ്ബാകാൻ യോഗ്യമല്ല, അതിനാൽ അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. ലാ ഉഹിബ്ബുൽ ആഫിലീൻ. 3 കാര്യങ്ങൾ പറഞ്ഞു. അതിന്റെ റബ്ബാകാൻ അതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല, അതേപോലെ അത് റബ്ബാകാൻ യോഗ്യമില്ല, യോഗ്യതയുള്ളതല്ല, ഇതെന്റെ റബ്ബല്ല എന്നെല്ലാം എന്താണ് ലാ ഉഹിബ്ബുൽ ആഫിലീൻ എന്നതിൽ പെട്ടു എന്നതാണ്. ലാ ഉഹിബ്ബുൽ ആഫിലീൻ, ലാ ഉഹിബ്ബുലെ അനയാണ്, അത് അതിന്റെ കർത്താവ്. ആഫിലീൻ മഫ്ഊലുൻ ബിഹിയാണ്, അതുകൊണ്ടാണ് ഈൻ കൊണ്ട് നസ്ബ് ചെയ്തത്. ഫലമ്മ റഅൽ ഖമറ ബാസിഗൻ, ഫലമ്മ റഅൽ ഖമറ, അദ്ദേഹം ചന്ദ്രനെ കണ്ടപ്പോൾ, ബാസിഗൻ, അത് ഉദിച്ചുയർന്നതായി. ഇപ്പൊ ഇവിടെ ഖമർ എന്ത് ചെയ്തു? ഖമറിനെ കുറിച്ച് പറഞ്ഞു ബാസിഗൻ എന്നാണ് പറഞ്ഞത്. താഴെ അടുത്തതിൽ വരുന്നുണ്ട് ഫലമ്മ റഅ ശംസ ബാസിഗതൻ, ഷംസിനെ കണ്ടപ്പോൾ ബാസിഗത്ത് എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ ഖമറും ഷംസും മെയിലാണോ ഫീമെയിൽ ആണോ എന്ന് നോക്കാൻ നമുക്ക് പെട്ടെന്ന് മനസ്സിലായി. ഫലമ്മ റഅൽ ഖമറ, ഖമറിനെ കണ്ടപ്പോൾ ബാസിഗൻ, ഉദിച്ചുയർന്നതായി. അങ്ങനെ അദ്ദേഹം ചന്ദ്രൻ ഉദിച്ചു നിന്ന സമയത്ത് ജനങ്ങളോട് എന്ത് പറഞ്ഞു? അതാ റബ്ബി, ഇതാണ് എന്റെ റബ്ബ്. ഫലമ്മ അഫല, അദ്ദേഹം അത് അസ്തമിച്ചപ്പോൾ, ചന്ദ്രൻ അസ്തമിച്ചപ്പോൾ, ലാ ഉഹിബ്ബുൽ ആഫിലീൻ എന്നല്ല പറഞ്ഞത്. അപ്പൊ എന്താണ്? വേറെ ഒരു കാര്യമാണ് പറയുന്നത്. നേരത്തെ പറഞ്ഞ കാര്യം അവിടെ ഉണ്ട്. ലാ ഉഹിബ്ബുൽ ആഫിലീൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുകൊണ്ട് അപ്രത്യക്ഷമാകുന്നതിനെ അല്ലെങ്കിൽ അസ്തമിക്കുന്നതിനെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല എന്ന വാക്യം അവിടെ ഉണ്ട്, എന്ന ആശയം അവിടെ കിടപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ജനങ്ങളോട്. ഇപ്പൊ എന്താ പറയുന്നത്? ലഇല്ലം യഹ്ദിനി റബ്ബി. അപ്പോ അസ്തമിക്കുന്നത് റബ്ബാകാൻ യോഗ്യമല്ല, അസ്തമിക്കുന്നവരെ ഞാൻ ഇഷ്ടപ്പെടുന്നില്ല. അതേപോലെ എന്ത് ചെയ്തു? ലഇല്ലം, ബാക്കി കാര്യമാണ് പറയുന്നത്. ലഇല്ലം യഹ്ദിനി റബ്ബി. അപ്പൊ അത് റബ്ബാകാൻ യോഗ്യമല്ല, അത് അസ്തമിക്കുന്നുവെങ്കിൽ എനിക്ക് റബ്ബ് മാർഗദർശനം നൽകണം. ലഇല്ലം യഹ്ദിനി റബ്ബി. അപ്പൊ ഹദാ യഹ്ദിയിലെ യാ എവിടെ പോയി? ഹദാ യഹ്ദി എന്ന് പറയുന്ന യഹ്ദി കഴിഞ്ഞിട്ട് യാ വേണ്ടേ? ഹദാ യഹ്ദി എവിടെ പോയി? സുക്കൂനാണല്ലോ. എന്നുള്ളത് സുക്കൂന് പോയി കസറ് കൊടുത്തു. സുക്കൂന് പോയിട്ട് കസറ് കൊടുത്തു. അല്ലം യഹ്ദി, ഹദാ യഹ്ദി, ഹദാ യഹ്ദിയിൽ യാ ഉണ്ട്. ആ ജർ ചെയ്തപ്പോഴും ജസ്മ ചെയ്തതാണ്. ആ ജസ്മ ചെയ്തപ്പോഴും ലം ജസ്മ ചെയ്തപ്പോ എന്ത് സംഭവിച്ചു? ദുർബലാക്ഷരം പോയി. ദുർബലാക്ഷരം പോയി. അപ്പൊ ദുർബലാക്ഷരം അവസാനം വരുന്ന അപൂർണ ക്രിയക്ക് ജസ്മ ചെയ്യുമ്പോൾ ആ ദുർബലാക്ഷരം പോകും. അപ്പൊ അങ്ങനെ ആ ദുർബലാക്ഷരം പോയിട്ടാണ് ലഇല്ലം യഹ്ദി നീ. അപ്പോ ഹദാ യഹ്ദിയിലെ ഹുവ അതിന്റെ കർത്താവാണ്. അല്ല, ഹദാ യഹ്ദിന് ശേഷം നാ ചേർന്ന് വന്നിട്ടുണ്ട്. അതിനുശേഷം യാ മുത്തക്കല്ലിം മഫ്ഊലുൻ ബിഹിയാണ്. റബ്ബ് ശേഷം വരുന്ന റബ്ബാണ് അതിന്റെ ഫാഇൽ. ലഇല്ലം യഹ്ദിനി, റബ്ബ് ഫാഇലാണ്. പക്ഷെ അവിടെ റബ്ബെ കാണാൻ പറ്റില്ല.
കാരണം ഞാൻ എന്റെ യാ അവിടെ കിടപ്പുണ്ട്. എന്റെ യാ എന്ന് പറഞ്ഞാൽ ഇത്തിരി തീവ്രമായ യായ. നമ്മൾ പറയുന്നത് ഞാൻ എന്നൊക്കെ പറയുന്നുണ്ടോ. അപ്പോ ആ യാ എന്ന് പറയുന്നത് എന്റെ യാ എന്ന് പറയുന്നത് യാ വന്നാൽ പ്രശ്നമാണ്. അവിടെ അത് വന്നാൽ പിന്നെ റഫ് കാണിക്കാൻ പറ്റില്ല, നെസ്മും കാണിക്കാൻ പറ്റില്ല. റഅയ്തു കിതാബി, റഅയ്തു കിതാബി എന്ന് പറയുന്നത് മഫ്ഊൽ ബിഹിയാണ്. റഅയ്തു കിതാബി ഇവിടെ എല്ലാം യഹ്ദിനി റബ്ബി എന്ന് പറഞ്ഞിടത്ത് റബ്ബിന് റഫ്ആണ് വരുന്നത്. അപ്പൊ അവിടെ കസ്ര കൊടുത്തു. കാരണം യാൽ മുതകല്ലിം വരുമ്പോൾ അവിടെ അതിന് മുമ്പ് കസ്ര കൊടുക്കാൻ പറ്റും. റഅയ്തു കിതാബി എന്ന് പറയുമ്പോൾ റഅയ്തു കിതാബൻ, ഞാനൊരു പുസ്തകത്തെ കണ്ടു എന്ന് പറയും. ബൻ ഇസ്മാണ് വരേണ്ടത്. എന്റെ പുസ്തകത്തെ കണ്ടു എന്ന് പറഞ്ഞാൽ കിതാബി, അവിടെ കസ്ര കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പൊ എവിടെ വമ്മ വന്നപ്പോ അവിടെയും കസ്ര കൊടുക്കാൻ പറ്റുള്ളൂ. പിന്നെ കസ്ര വന്നാൽ കസ്ര വരുള്ളൂ, അത് പിന്നെ പറയേണ്ട കാര്യമില്ല. അപ്പൊ ഏത് സാഹചര്യത്തിലും യാൽ മുത്തക്കല്ലിന് മുമ്പ് കസ്ര വരുള്ളൂ. ഇല്ലം യഹ്ദിനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നില്ലെങ്കിൽ, അപ്പൊ വഴി കാണിച്ചു തരേണ്ടത് ആരാണ്? റബ്ബാണ്. എന്റെ പൂർവ്വപിതാക്കളല്ല, അല്ലെങ്കിൽ ഞാൻ കണ്ട് കേട്ട് പഠിച്ചതുപോലെ അല്ല ചെയ്യേണ്ടത്. മറിച്ച് എന്താണ്? റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരണം. വഴി കാണിച്ചു തരാൻ യോഗ്യനായവൻ റബ്ബാണ്. ആ റബ്ബ് വഴി കാണിച്ചു തന്നിട്ടില്ലെങ്കിൽ ലഅകൂനന്ന. അപ്പൊ ഞാൻ എന്താണ് അവസാനത്തിന്? ഉറപ്പിച്ചു പറയാൻ തഅക്കീദിന്റെ ലായാണ്. പിന്നെ അതിന്റെ തുടക്കത്തിലുള്ള ലാ എന്താണ്? അത് തന്നെ തഅക്കീദിന്റെ ലായാണ്. തഅക്കീദിന്റെ ലായാണ്. അപ്പൊ ഫേലിന്റെ ക്രിയയുടെ മുമ്പ് വരുന്ന ഫത്തഹുള്ള ലാ തഅക്കീദിന്റെ ലായാണ്. അപൂർണ ക്രിയയുടെ മുമ്പാണ് അത് വരിക. അപൂർണ ക്രിയയുടെ മുമ്പാണ് അത് വരിക. അതിന്റെ അവസാനം എന്തുണ്ടാവും? തഅക്കീദിന്റെ ന ഉണ്ടാവും. ഷദ്ദുള്ള നൂന് മുഷദ്ദദത്ത് എന്ന് പറയും. ലഅകൂനന്ന മിനൽ ഖൗമി ദ്ദാല്ലീൻ, വഴിതെറ്റിയ കൗമിന്റെ കൂട്ടത്തിൽ ഞാൻ പെട്ടുപോകും. അപ്പൊ ദ്ദാല്ലീൻ ആരാണ്? വഴിതെറ്റിയവർ, അറിവില്ലാത്തവർ. അറിവില്ലാത്തവരാണ് ദ്ദാല്ലീൻ. അറിവുണ്ടായിട്ട് അതനുസരിച്ച് ചെയ്യാത്തവരാണ് മഹ്ബൂബ്. ഇല്ലം യഹ്ദിനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തന്നില്ലെങ്കിൽ ഞാൻ എന്തായി പോകും? വഴിതെറ്റിയവരുടെ കൂട്ടത്തിൽ പെട്ടുപോകും. അപ്പൊ ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ പറയുമ്പോൾ ദ്ദാല്ലീൻ ആരാണ്? വഴി അറിയാത്തവർ. അറിഞ്ഞിട്ട് അതനുസരിച്ച് ചെയ്യാത്തവർ മഹ്ബൂബാണ്, കോപത്തിന് പാത്രമായ. മിനൽ ഖൗമി ദ്ദാല്ലീൻ. അപ്പൊ ദ്ദാല്ലീൻ എന്തുകൊണ്ട് ഈന വന്നു? ഖൗമ് മജ്റൂറാണ്, ജർ ചെയ്യപ്പെട്ടതാണ്. അതിന്റെ വിശേഷണമാണ് ദ്ദാല്ലീൻ. പെട്ടെന്ന് നോക്കുക, രണ്ടും ഒരേ ഘടനയാണ്. അതിന് അൽ വന്നിട്ടുണ്ട്, ഇതിനും അൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അത് കൂടുതൽ സാധ്യതയുള്ളത്? വിശേഷണമാകാനാണ്. ഖൗമി ദ്ദാല്ലീൻ. അപ്പൊ എന്താണ്? ഖൗമിന് കസ്റായതുകൊണ്ട് അതിൽ ആ വിശേഷിക്കപ്പെട്ട പദത്തിന് കസ്റായതുകൊണ്ട് ഇതിനും കസ്റ ദ്ദാല്ലീൻ. അപ്പൊ ഇതിനുകൊണ്ട് കസ്റ. ഫലമ്മ റഅ അശംസ ബാസിഗതൻ, ഷംസ് ബാസിഗത്തായ കണ്ടപ്പോൾ, പ്രത്യക്ഷമായി കണ്ടപ്പോൾ. അപ്പൊ ബാസിഗൻ എന്ന് പറഞ്ഞപ്പോ അൽ ഖമറ ബാസിഗൻ. അപ്പൊ ഖമറിനെ കുറിച്ച് ബാസിഗൻ എന്ന് പറഞ്ഞപ്പോ അത് മുദക്കറാണ്, മെയിലാണ്. കാരണം ബാസിഗൻ എന്നാണ് പറഞ്ഞത്. ഷംസിനെ കുറിച്ച് ബാസിഗത്തൻ എന്ന് പറഞ്ഞപ്പോൾ ഷംസ് എന്താണ്? മുഅന്നസാണ്, സ്ത്രീലിംഗമാണ്. ഖാല ഹാദാ റബ്ബി, അദ്ദേഹം വീണ്ടും പറഞ്ഞു ഇതാണ് എന്റെ റബ്ബ്. ഹാദാ അക്ബർ, ഈ ഏറ്റവും വലുതാണ്. അപ്പൊ ഏറ്റവും വലുതെന്ന് പറയുമ്പോൾ ആ നക്ഷത്രത്തെക്കാൾ വലുതെന്നല്ല പറഞ്ഞിട്ടാണ്. മറിച്ചെന്താണ്? ആ കണ്ട നക്ഷത്രം വളരെ അകലെ ആയതുകൊണ്ട് അത് ചെറുതായിട്ട് കണ്ടു. പിന്നീട് ചന്ദ്രനെ കണ്ടപ്പോൾ ചന്ദ്രൻ കുറച്ചുകൂടി വലുതാണ്. പിന്നീട് സൂര്യനെ കാണുമ്പോൾ സൂര്യൻ അതിനേക്കാൾ വലുതാണ്. ഹാദാ അക്ബർ, ഇതാണ് ഏറ്റവും വലുത്, ഇതാണ് എന്റെ റബ്ബെന്ന് പറഞ്ഞു. ഫലമ്മ അഫലത്ത്, അദ്ദേഹം അത് അഫലത്ത് എന്ന് പറഞ്ഞു. അപ്പൊ സൂര്യൻ എന്താണ്? സൂര്യനെ കുറിച്ച് പറഞ്ഞപ്പോ സ്ത്രീ. അഫലത്ത്, അത് ഹാബത്ത്, അത് അപ്രത്യക്ഷമായപ്പോൾ, അല്ലെങ്കിൽ അത് അസ്തമിച്ചപ്പോൾ. കാല. അപ്പൊ നേരത്തെ പറഞ്ഞ 2 പോയിന്റ് അവിടെ കിടപ്പുണ്ട്. ഒന്നെന്താണ്? ഹിബ്ബുൽ ആഫരീൻ,
രണ്ടാമത്തേത് എൻ്റെ റബ്ബ് എനിക്ക് വഴി കാണിച്ചു തരണം. മൂന്നാമത് വീണ്ടും വേറെ കാര്യമാണ് പറയുന്നത്, ഇനി ബരി മിമ്മാ തുശ്രികൂൻ ഖാല യാ ഖൗമി യാ ഖൗമി. യാ ഖൗമിന്റെ അർത്ഥം എന്താ? എന്റെ ജനതയെ. എന്റെ സഹോദരനെ. എന്റെ എന്നവിടെ ഉണ്ട്. യാ കൗമി. യാ പോയിട്ടുണ്ട് കേട്ടോ. ആ അഡ്രസ് ചെയ്ത് പറയുമ്പോൾ യാ ഉപയോഗിച്ച് അഭിസംബോധന ചെയ്ത് പറയുന്നിടത്ത് എന്റെ എന്ന് പറയുന്ന യാ ഉണ്ടാവില്ല ഖുറാനിൽ കേട്ടോ. അഭിസംബോധന ചെയ്ത് പറയുമ്പോൾ അവിടെ യാ ഉണ്ടായിക്കോളണമെന്നൊന്നും നിർബന്ധമില്ല. റബ്ബിഗ്ഫിർലി വഖുർ റബ്ബിർഹംഹുമ, വഖുൽ നീ പറയുക റബ്ബിർഹംഹുമ. അപ്പൊ റബ്ബി യാൽ മുത്തകല്ലിം ഇല്ല അവിടെ, എന്റെ റബ്ബി എന്നാണ്. അപ്പൊ എന്റെ റബ്ബിനെ അഭിസംബോധന ചെയ്താണ് പറയുന്നത്. അപ്പോ എന്റെ എന്നുള്ള വാക്ക് അവിടെ ഉണ്ടാവുകയില്ല. എന്റെ എന്നുള്ള യാ അവിടെ കാണുകയില്ല. അങ്ങനെ നോക്കിയാൽ, അങ്ങനെ ശ്രദ്ധിച്ച് വായിക്കുക. അങ്ങനെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളെല്ലാം ഓരോന്നും ശ്രദ്ധിച്ച് നോക്കി വായിച്ചാൽ ഖുർആൻ പഠനം വളരെ രസാവഹമായി. ഇവിടെ യാ മുത്തകല്ലിം ഇല്ല. യാ ഖൗമി, എന്റെ സമൂഹമേ, ഇന്നി ബരീഉം മിമ്മാ തുശ്രികൂൻ, ഞാൻ എന്താണ്? ബരിയാണ്, മുക്തനാണ്. അതിനോട് എനിക്ക് ബന്ധമൊന്നുമില്ല. മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർത്തുകൊണ്ടിരിക്കുന്നതിൽ നിന്ന്. മിമ്മാ തുശ്രികൂൻ, നിങ്ങൾ പങ്കു ചേർക്കുന്നതിൽ നിന്ന് എന്തുകൊണ്ടിരിക്കുന്നത് ഞാൻ അതുമായിട്ട് എനിക്ക് യാതൊരു ബന്ധവുമില്ല. ഞാൻ അതിൽ നിന്ന് മുക്തനാണ്, മോചിതനാണ്. ഇന്നി വജ്ജഹ്തു, ഞാൻ എന്റെ മുഖത്തെ തിരിക്കുന്നു, അല്ലെങ്കിൽ തിരിച്ചിരിക്കുന്നു. വജ്ജഹ്തു വജ്ഹിയ, എന്റെ മുഖത്ത് ഞാൻ തിരിച്ചിരിക്കുന്നു. വജ്ഹിയ. അപ്പൊ വജ്ഹിയക്ക് യാന് എന്തുണ്ട്? നസ്ബുണ്ട്, ഫതഹ്. അപ്പൊ അത് ഇവിടെ എന്താണ്? ഇവിടെ വജ്ഹി എന്ന് പറഞ്ഞാൽ മതി. പക്ഷേ ചില സന്ദർഭങ്ങളിൽ അല്ലെ ഫതഹ് വരും. അങ്ങനെ ഫതഹ് കൊടുക്കാൻ എന്തുണ്ട്? ഓപ്ഷൻ ഉണ്ട് ഭാഷയിൽ. യാൽ മുത്തകല്ലിമിന് എന്ത് ചെയ്യാം? ഫതഹ് കൊടുക്കുകയും ചെയ്യാം, കൊടുക്കാതിരിക്കുകയും ചെയ്യാം. ചില സന്ദർഭങ്ങളിൽ അനിവാര്യമായും ഫതഹ് കൊടുക്കേണ്ടിയും വരും. ശേഷം സുക്കൂൻ വരുന്ന സന്ദർഭത്തിലാണെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? ഫതഹ് കൊടുക്കണം. ഇവിടെ എന്താണ്? ഇവിടെ വജ്ഹിയയ്ക്ക് ശേഷം ലീ ആണ് വന്നിരിക്കുന്നത്, സുക്കൂനല്ല. അതുകൊണ്ട് ഇവിടെ എന്താണ്? ഓപ്ഷണൽ ഫതഹാണ്. വജ്ഹിയ, വജ്ഹി എന്ന് പറഞ്ഞാലും മതി. വജ്ജഹത്ത് വജ്ഹിയ, എന്റെ മുഖത്ത് ഞാൻ തിരിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞാൽ എന്റെ കൽബിനെ, ഹൃദയം എന്റെ ഹൃദയവും അതോടൊപ്പം എന്റെ അവയവങ്ങളും ഇതാ ഞാൻ സമർപ്പിച്ചിരിക്കുന്നു എന്നർത്ഥം. ഇവിടെ എന്റെ മുഖത്തെ ഞാൻ തിരിച്ചിരിക്കുന്നു എന്നാ പറയുന്നത്. അപ്പൊ എന്റെ മുഖത്തെ റബ്ബിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഫാത്തിർ സമാവത്തിലേക്ക് തിരിച്ചു എന്ന് പറഞ്ഞാൽ എന്റെ അവയവത്തെ ഞാൻ തിരിക്കുന്നു, അതോടൊപ്പം എന്ത് ചെയ്യുന്നു? ഞാൻ ഹൃദയത്തെയും തിരിക്കുന്നു. കാരണം എന്താ? ഒരു മുഖത്തെ ഒരു ഭാഗത്തേക്ക് തിരിക്കുന്നതിനെ ഉദ്ദേശിച്ചിട്ടല്ല പറഞ്ഞിരിക്കുന്നത്. മറിച്ച് എന്താണ്? ഞാൻ എന്നെ തന്നെ പൂർണ്ണമായും തിരിച്ചിരിക്കുന്നു. ഇത് സാഹിത്യമായ പല രീതിയിലൊന്നും വ്യാഖ്യാനില്ല. അതിന്റെ ഒരു ഭാഗം എന്ന് പറയുന്നത് മുഖം എന്ന് പറയുന്നത് മനുഷ്യന്റെ പ്രധാന ഭാഗമാണ്. അപ്പൊ അതുകൊണ്ട് മുഖത്തെ തിരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ തന്നെയും തിരിച്ചിരിക്കുന്നു എന്നാണ്. മറ്റൊരു വ്യാഖ്യാനം എന്ന് പറയുന്നത് എന്റെ മുഖം മാത്രമല്ല, എന്റെ കൽബ് അടക്കം എന്ത് ചെയ്യുന്നു? ഞാൻ തിരിക്കുന്നു. അപ്പം മുഖം ഒരു ഭാഗത്തേക്ക് തിരിക്കുക അല്ലല്ലോ യഥാർത്ഥം ചെയ്യുന്നത്. മറിച്ച് എന്താണ്? അള്ളാഹുടെ മുന്നിൽ സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞതിന്റെ അർത്ഥം. ഇല്ലതി ഫതറ സമാവാതി, ഫതറ എന്ന് പറഞ്ഞാൽ ബറാ എന്ന് പറഞ്ഞതുപോലെയാണ്. ഖാലിഖുൽ ബാരി എന്ന് പറഞ്ഞല്ലോ. ബാരി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? പഠിച്ചു നമ്മള് പൂർവ്വ മാതൃക ഇല്ലാതെ സൃഷ്ടിച്ചു. അതേപോലെയാണ് ഫതറ, പൂർവ്വ മാതൃക ഇല്ലാതെ സൃഷ്ടിച്ചു. പൂർവ്വ മാതൃക ഇല്ലാതെ സൃഷ്ടിച്ചവന് മുമ്പൊരു ഘടന ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചതാണ്. ഇല്ലായ്മയിൽ നിന്നും സൃഷ്ടിച്ചെന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു മാതൃകയേ ഇല്ലായിരുന്നു. നമ്മൾ ഉണ്ടാകുന്ന പലതും എന്താണ്? ഒന്നിനെ കോപ്പി അടിച്ചതാണ്. പലതും 99% ഒന്നിനെ കോപ്പി അടിക്കുന്നതാണ്. കോപ്പി അടിച്ചിട്ട് എന്ത് ചെയ്യും? അതിന് ചെറിയ മാറ്റങ്ങൾ വരും.
അല്ലേ? ആദ്യം കമ്പ്യൂട്ടർ ഉണ്ടായപ്പം റൂം നിറച്ചായിരുന്നു ഉണ്ടായിരുന്നത്. റൂം ഒരു എന്താണ്, റൂം നിറച്ചാണ് ആ സംഭവം ഉണ്ടായത്. പിന്നീട് എന്തായി? ആ റൂമിനെ കുറച്ച് ചെറുതാക്കിയപ്പോ എന്തായി? ഒരു അലമാരയുടെ രൂപമായി. പിന്നെന്താക്കി? പിന്നെ പറഞ്ഞ് ഈ സാധനത്തെ എടുത്ത് ഡെസ്കിന്റെ മുകളിൽ വെക്കാന്ന് പറഞ്ഞു. അലമാരയുടെ രൂപമാണ് പിന്നെ എടുത്ത് ഡെസ്കിന്റെ പുറത്ത് വെച്ചു. പിന്നെ ആ അലമാരയുടെ രൂപത്തെ എന്ത് ചെയ്യും? മടക്കി മടിയിൽ വയ്ക്കാവുന്ന രൂപമാക്കി. അപ്പം ലാപ്ടോപ്പ് ആക്കി. പിന്നെന്ത് ചെയ്ത്? ആ ലാപ്ടോപ്പ് ഇങ്ങനെ മടക്കുന്നതിന് പകരം ഒറ്റ ഇതിലാക്കി. ടാബ്ലറ്റ് എന്നൊക്കെ പറയും. അപ്പൊ അങ്ങനെ പലതും എടുത്താലും എന്തായി? ഒന്നിന്റെ മാതൃക എടുത്തതിന് ശേഷം അതിനെന്ത് ചെയ്യാണ്? അൾട്രേഷൻ വരുത്തിയാണ് പലതും ചെയ്യുന്നത്. നമ്മൾ പുറത്തു നോക്കിയാൽ ഏത് സാധനം എടുത്താലും, നമ്മൾ ഏത് വസ്തു എടുത്താലും നമുക്ക് അതേ രീതിയിൽ കാണാൻ പറ്റും. ഇവിടെ എന്താണ്? ഈ പ്രപഞ്ചത്തിന് വേറൊരു മാതൃക ഉണ്ടായിരുന്നില്ല. അപ്പൊ പൂർവ്വ മാതൃക ഇല്ലാതെ സൃഷ്ടിച്ചവൻ, അതാണ് ഫത്തറ എന്ന് പറഞ്ഞത്. അപ്പൊ പൂർവ്വ മാതൃക ഇല്ലാതെ സൃഷ്ടിക്കാൻ കഴിവുറ്റവനായ ഒരു റബ്ബുണ്ട്, അല്ലെങ്കിൽ ഒരാളുണ്ട്. അവനിലേക്ക് ഞാൻ തിരിച്ചിരിക്കുകയാണ്. ഹനീഫൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇർജു മാനസനായെന്ന് പറയും. ഹനീഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും അർത്ഥം തെറ്റിൽ നിന്നും മാറി ശരിയിലെ മാർഗത്തിൽ മാത്രം നിലകൊള്ളുക എന്നാണ്. തെറ്റിൽ നിന്നും മാറി ശരിയുടെ മാർഗത്തിൽ മാത്രം നിലകൊള്ളുന്നവനായ നിലയിൽ. അമ അന മിനൽ മുശ്രിക്കീൻ, ഞാൻ ബഹുദൈവ വിശ്വാസികളിൽ ശിർക്ക് ചെയ്യുന്നവരിൽ പെട്ടവനല്ല. ആ ഒരു ആളോടൊപ്പം ഫതറസ്സമാവാത്തി ലില്ലദി അലദി ഫതറസ്സമാവാത്തി വല്ലാർദ്, ഭൂമി അടക്കം പ്രപഞ്ചത്തെ എന്നർത്ഥം കേട്ടോ. ആകാശം എന്ന് പറയുമ്പോൾ പ്രപഞ്ചം. ഭൂമി അടക്കം പ്രപഞ്ചത്തെ മുഴുവൻ പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവൻ ആരാണോ അവനിലേക്ക് വേറെ ആരെയെങ്കിലും പങ്കു ചേർക്കുന്നവൻ, പാർട്ട്ണറാക്കുന്നവൻ, അവരിൽ പെട്ടവനല്ല ഞാൻ. ഹാജ്ജഹു ഖൗമുഹു, അപ്പൊ എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തോട് തർക്കിച്ചു, വാദപ്രതിവാദം നടത്തി. അദ്ദേഹത്തിന്റെ സമൂഹം അദ്ദേഹത്തോട് വാദപ്രതിവാദം. ഇപ്പൊ നേരത്തെ സംഭാഷണങ്ങൾ നടന്നു, പല ഘട്ടങ്ങളുടെ സംഭാഷണം നടന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. ആ കൂട്ടത്തിൽ എന്ത് ചെയ്തു? ജനങ്ങൾ ഒരു സിറ്റിംഗിൽ നടത്തിയെന്നല്ല, തർക്കിച്ചു എന്നല്ല എൻ്റെ അർത്ഥം. ജനങ്ങൾ അദ്ദേഹത്തോട് പല നിലയ്ക്കും വാദപ്രതിവാദങ്ങൾ നടത്തി. ഹജ്ജ ഖാല, അദ്ദേഹം ചോദിച്ചു, അത് ഹാജൂനി. അപ്പൊ ഹാജ എന്ന് പറയുന്നിടത്തും അത് ഹാജൂനി എന്ന് പറഞ്ഞിടത്തൊക്കെ എന്തുണ്ട്? 6 ഹർക്കത്ത് നീട്ടുന്നതാണ് വാജിബാണ്. പാരായണം ചെയ്യുമ്പോൾ ഇതാണ് ലാസിം എന്നാണ് പറയുന്നത്, മദ്ദ് ലാസിം എന്നാണ് പറയുന്നത്. നമുക്ക് അനിവാര്യമായും അതിനെന്ത് ചെയ്യണം? നീട്ടണം. അപ്പൊ ഹാജ ദീർഘത്തിന് ശേഷം ശബ്ദ വരുന്നു. ഒരു മഹബൂബി അല്ലെങ്കിൽ വലദ്ദാലിൻ പഠിപ്പിച്ച് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ദീർഘത്തിന് മദ്ദിൽ മുത്തസിലൊന്നും അല്ല, അത് മദ്ദിൽ ലാസിം എന്നാണ് പറയുന്നത് കേട്ടോ. മദ്ദിൽ ലാസിം എന്നാണ് അതിന്റെ പേര്. മുത്തസിൽ എന്ന് പറയുന്നത് എന്താണ്? അത് ദീർഘത്തിന് ശേഷം ഹംസ് വരുന്ന, ദീർഘത്തിന് ശേഷം ഹംസ് വരുന്നതാണ് മുത്തസിലും മുൻഫസിലല്ല. മുത്തസിലായിരുന്നാലും മുൻഫസിലായിരുന്നാലും അതെന്താണ്? ദീർഘത്തിന് ശേഷം ഹംസ് വരുന്നതാണ്. ഇവിടെ എന്താണ്? മദ്ദിൽ ലാസിം എന്നാണ് പറയുന്നത്. കാരണം അവിടെ എന്താണ്? ജായിസും വാജിബും എന്നൊക്കെയാണ് പറയുന്നത്. ഇവിടെ ലാസിം എന്നാണ് അതിന്റെ പേര്. മദ്ദുൽ ലാസിം മുസക്കലുൽ അതാണ് ഇത് സാർ. മുസക്കൽ എന്ന് പറഞ്ഞാൽ ശ്രദ്ധയുള്ളത്. നമ്മൾ ടെക്നിക്കൽ ടെർമിനോളജി പഠിക്കാൻ പോകുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? നമുക്ക് കാര്യം മനസ്സിലാകാതെ വരുന്നത്. ദീർഘത്തിന് ശേഷം ഷെഡാണ് വരുന്നതെങ്കിൽ അവിടെ എന്ത് ചെയ്യണം? നിർബന്ധമായി 6 നീട്ടണം. അപ്പൊ 6 നീട്ടുന്നിടത്ത് ഹാജൂനി വരുമ്പോഴത്തേക്ക് എന്ത് വരും? അവിടെ 6ഉം 2ഉം 8 വരും. 8 വരുന്നത് എങ്ങനെയാന്ന് ചോദിച്ചാൽ 6 നീട്ടണം, പിന്നീട് 3 2 ഹർക്കത്ത് മണിക്കണം. കുറെ സംഗതിയുണ്ട്. നിങ്ങൾ എന്താ പറയാ, ഇതിൽ ചേർന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ തജ്വീദ് ചേർന്നില്ലെങ്കിൽ തജ്വീദ് പെട്ടെന്ന് ചേരുക.
അപ്പൊ തജ്വീദ് നമ്മൾ ആ ഒരു പ്രിലിമിനറി രീതിയിലാണ് പഠിപ്പിക്കുന്നത് ആദ്യം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ടീച്ചർ ആകാൻ വേണ്ടിയുള്ള പഠനമാണ് പിന്നീട് അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനം എന്ന് പറയും. പഠിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ അത് വേറെ പഠിക്കണം. ഖുർആൻ വായിക്കാൻ വേണ്ടിയാണെങ്കിൽ അതിന് വേറെ പഠനമുണ്ട്. ഫില്ലാഹി വഖദ് ഹദാനി. വഖദ് ഹദാനി. ഇവിടെ എന്താ ഹദാനിയുടെ അർത്ഥം? എന്റെ നേർമാർഗത്തിലാക്കി. എന്റെ എന്നെ മാർഗത്തിൽ എന്നെന്ന് എവിടെ കിടക്കുന്നു? ഹദാനി യാ മുത്തക്കല്ലിം ഇവിടെ പോയി. എന്തുകൊണ്ട് പോയി? ഫഖദ് ആഖിർ എന്താണ് അവസാനത്തിൽ വരുമ്പോഴേ, ഒരു സെന്റൻസിന്റെ അവസാനത്തിൽ വരുമ്പോഴേ ഇവിടെ സെന്റൻസ് തീരുകയാണ്. അപ്പൊ അതും നിങ്ങൾ ശ്രദ്ധിക്കുക. ഖുർആൻ വായിക്കുന്ന സമയത്ത് ഈ യാ മുത്തക്കല്ലിം സെന്റൻസ് തീരുന്നിടത്ത് യാ മുത്തക്കല്ലിം ഉണ്ടാവില്ല. അതുഹജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാനി. ഈ തുഹാജുന്നി എന്ന് പറയുന്നത് അവിടെ നീ എന്ന് പറയുന്ന ശ്രദ്ധ വരാനുണ്ട്. നൂന് ഷെദ് വരാൻ കാരണം എന്താണ്? ഷെദ് വരാൻ കാരണം എന്താ? തൗക്കീദിന്റെ തൗക്കീദിന്റെ നൂനൊന്നുമല്ല. വേർതിരിച്ച് പറഞ്ഞേ. ആ ഹർഫ് ഇസ്തിഫ്ഹാം, ചോദ്യത്തിന്റെ ഹംസ്. പിന്നെ യാൽ മുത്തകല്ലിം മാറ്റുക. യാൽ മുത്തകല്ലിം മാറ്റുക. യാൽ മുത്തകല്ലിം മാറ്റിയ ബാക്കി എന്ത് കിട്ടും? യാൽ മുത്തകല്ലിം മാറ്റിയ പിന്നെ നീ തുഹാജു നീ എന്നങ്ങനെ കിട്ടിയെന്ന്? യാൽ മുത്തകല്ലിം മാറ്റിയാൽ എന്ത് കിട്ടും? തുഹാജൂന മാത്രമേ ഉള്ളൂ. പിന്നെ തുഹാജൂന എന്ന ഫിഅല്, ആ ഫിഅലിനോട് എന്ത് ചെയ്യുന്നുണ്ട്? യാ അൽ മുത്തകല്ലിമിന് മഫ്ഊലും ബിഹി ആയിട്ട് ചേർക്കേണ്ടി വന്നാൽ, അതായത് ഫിഅലിന്റെ അവസാനം യാ അൽ മുത്തകല്ലിം ചേർക്കുമ്പോൾ സ്വാഭാവികമായിട്ട് എന്തായിരിക്കും അത്? മഫ്ഊലും ബിഹി. യാ മഫ്ഊലും ബിഹി ആയിരിക്കും. ഞാൻ ചോദിക്കുന്നതിന് സമാനം പറയാം. ചേർക്കുമ്പോൾ ആ യാ എന്തായിരിക്കും? മഫ്ഊലും ബിഹി ആയിരിക്കും. കാരണം ഫിഅലിന്റെ അവസാനം ചേർക്കുന്നത് മഫ്ഊലും ബിഹി ആണ്. ഫിഅലിന്റെ അകത്താണ് സർവനാമം ഉള്ളത്. അപ്പൊ തുഹാജൂനയിൽ അൻതും ഉണ്ട്, അത് ഫാഇലാണ്. അൻതും ഫാഇലാണ്. പിന്നെ എന്തുകൊണ്ട്? യാൽ മുത്തകല്ലിം അതിനോട് മഫ്ഊലും ബിഹി ആയിട്ട് ചേർക്കുകയാണ്. അപ്പൊ ഫിഅലിന്റെ അവസാനം യാൽ മുത്തകല്ലിം ചേർക്കുമ്പോൾ അവിടെ കൺഫ്യൂഷൻ ഉണ്ടാവും. തുഹാജൂന കഴിഞ്ഞിട്ട് യാലും ചേർക്കാൻ പറ്റൂല. അതുകൊണ്ടാണ് നേരത്തെ പറഞ്ഞല്ലോ, യാൽ മുത്തകല്ലിം വരുമ്പോ ശേഷം തൊട്ട് മുമ്പോൾ അതിന് കസ്ർ കൊടുക്കണം. തൊട്ട് മുമ്പോൾ അതിന് കസ്ർ കൊടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? യാൽ മുത്തകല്ലിം ചേർക്കുമ്പോൾ ഒരു നൂനുൽ വിഖായത്ത് ചേർക്കും. സേഫ്റ്റി നൂൻ. എന്തിന്റെ സേഫ്റ്റിക്ക് വേണ്ടി? അവിടെ ഫിഅലിന്റെ സേഫ്റ്റിക്ക് വേണ്ടി, ആ ഫിഅലിന്റെ കൃത്യമായ അടയാളം കാണിക്കണം. അപ്പൊ തുഹാജൂനനി എന്നാണ് ഉള്ളത്. അവിടെ എന്ത് ചെയ്തു? ആ രണ്ട് നൂനും എന്ത് ചെയ്തു? രണ്ട് നൂനും കൂടെ ചേർത്തിട്ട് ഷെദ് കൊടുത്തിരിക്കുക. അങ്ങനെയാണ് റിവായത്തിലുള്ളത്. റിവായത്ത് പറഞ്ഞാൽ റിവായത്ത് ഹഫ്സ്. നമ്മൾ സ്വീകരിക്കുന്ന റിവായത്ത് എന്ന് പറയുന്നത് റിവായത്ത് ഹഫ്സിൻ ആൻഡ് ആസിം. ഷേഖ് ആസിമിൽ നിന്നും ഹഫ്സ് റഹ്മത്തുള്ളാഹി അലൈഹി റിപ്പോർട്ട് ചെയ്ത പാരായണ രീതിയാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അതായത് പാരായണ രീതി ഉണ്ടല്ലോ, 7 ഖിറാഅത്ത് അല്ലെങ്കിൽ 10 ഖിറാഅത്തൊക്കെ ഉണ്ട്. അതിന്റെ എന്ത് ചെയ്യണം? അതിന്റെ ശൃംഖല, എല്ലാ പാരായണത്തിന്റെയും പരമ്പര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ എത്തും. അത് കഴിഞ്ഞിട്ട് ജിബ്രീൽ അലൈഹിസ്സലാം അവിടെ നിന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്നും ജിബ്രീൽ അലൈഹിസ്സലാം മുഖേന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ലഭിച്ച അതേ പാരായണമാണ് അദ്ദേഹം മറ്റുള്ളവർക്ക് പാരായണം ചെയ്തു കൊടുക്കുന്നതും. പിന്നീട് വരുന്ന ആ പാരായണം, അദ്ദേഹത്തിൽ നിന്ന് കേട്ട പാരായണം, അത് ഓതിക്കൊടുത്ത ഷേഖിന്റെ, പിന്നെ ആ ഷേഖിന്റെ പാരായണം അനുസരിച്ചാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? നമ്മുടെ അടുക്കൽ ഏത് രീതിയിലാണ് എത്തിയിരിക്കുന്നത് അതാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. അപ്പൊ അതിലെന്താണ്? അവിടെ ഷെദ് കൊടുത്തിട്ടാണല്ലോ. തുഹാജൂനനി എന്നല്ല അവിടെ, തുഹാജൂനി എന്നാണ്. അവിടെയാണ് എന്ത് ചെയ്യുന്നത്? അവിടെ ഷെദ് കൊടുത്ത് പാരായണം. ഒക്കെ അത് ഹദാനി, അവൻ എനിക്ക് ചെയ്തിരിക്കുന്നു. ഹദാനി എന്നെ
എനിക്ക് മാർഗദർശനം നൽകുന്നു. അപ്പൊ നേരത്തെ പറഞ്ഞു റബ്ബ് എനിക്ക് ഇല്ലം യഹ്ദിനി റബ്ബി, എന്റെ റബ്ബ് എനിക്ക് മാർഗദർശനം തന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? വഴികെട്ടിൽ പെട്ടുപോകും. ഇവിടെ എന്താ പറഞ്ഞു? ജനങ്ങൾ തർക്കിച്ച പറഞ്ഞു, ഹലോ സമൂഹമേ, എനിക്ക് എന്റെ റബ്ബ് എന്ത് ചെയ്തിരിക്കുന്നു? ഫില്ലാഹി, അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? അള്ളാന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? അത് ഹദാനി, അവൻ എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അവൻ എനിക്ക് വഴി കാണിച്ചു തന്നിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ആ കാര്യത്തിൽ എന്നോട് തർക്കിക്കേണ്ടതില്ല എന്ന്. പല അഹാഹു മാ തുശ്രികൂന ബിഹി. അപ്പൊ അവര് പറഞ്ഞു, നിനക്ക് എന്തെങ്കിലും ഞങ്ങളുടെ ദൈവത്തിന്റെ കോപം വരും, നിനക്ക് എന്താ അവരക്ഷണം ബാധിക്കും നിനക്ക്. സൂറത്ത് യാസീനെ പറയുന്നുണ്ടല്ലോ അങ്ങനെ, എന്ത് ചെയ്യും? നിന്നെ നിങ്ങൾ അപരക്ഷണമായിട്ട് കാണുന്നതൊക്കെ പറഞ്ഞു. അപ്പൊ അതേപോലെ നിനക്ക് ഞങ്ങളുടെ ദൈവങ്ങളുടെ ശാപം ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് പറഞ്ഞത്. അപ്പൊ അതിവിടെ എന്ത് ചെയ്യുന്നില്ല, പരാമർശിക്കുന്നില്ല. അത് സാഹിത്യമായ ശൈലിയാണെന്നാണ് പറയുന്നത്. പല അഹാഫ് മാതുഷിക്കോ, നിങ്ങൾ ശിർക്ക് ചെയ്യുന്നതിന് ഞാൻ പേടിക്കുന്നില്ല. അപ്പോ അവരെന്ത് ചെയ്തു? അവരദ്ദേഹത്തെ പേടിപ്പിച്ചു എന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അവരദ്ദേഹത്തെ പേടിപ്പിച്ചു. നിനക്ക് ഞങ്ങളുടെ ദൈവങ്ങൾ, ഈ കാണുന്ന ദൈവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഈ ദൈവങ്ങളുടെയൊക്കെ കോപം നിനക്ക് പറ്റും എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പേടിക്കുന്നില്ല. ലാഹാഹു മാതുഷിക്കോ നബി, നിങ്ങൾ അവനോട്, അതായത് ഹജ്ജുനി ഫില്ലാഹി വഖദ് ഹദാനി, അവൻ എന്നെ നേർമാർഗം കാണിച്ചു തന്നിരിക്കുകയാണ്. അവന്റെ കാര്യത്തിൽ നിങ്ങൾ എന്നോട് തർക്കിക്കുകയാണോ? അവനോട് പങ്കു ചേർക്കുന്നതിന് ഞാൻ പേടിക്കുന്നില്ല. നിങ്ങൾ അവനോട് പങ്കു ചേർക്കുന്നതിന് ഒന്നും ഞാൻ പേടിക്കുന്നില്ല. നമ്മൾ ഡോണ്ട് കെയർ എന്ന് പറയുന്നത്, ഞാൻ പേടിക്കുന്നില്ല, ഞാൻ പരിഗണിക്കുന്നില്ല. ഇല്ലാ യശാ റബ്ബി ഷൈഅൻ, അള്ള എനിക്ക് എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ അത് മാത്രമേ എനിക്ക് പറ്റൂ. രാമാനി ലിമ അടുത്തിട്ട് വല മുഴുത്തിയ ലിമ മനാഴ്ത്തന്നത് വല. അപ്പൊ അതെന്താണ്? അള്ള എനിക്ക് എന്തെങ്കിലും ആപത്ത് വരുത്താൻ ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് ആപത്ത് വരുള്ളൂ. ഇല്ലാ യശാ റബ്ബി ഷൈഅൻ, അള്ള എന്തെങ്കിലും എന്റെ റബ്ബ് എന്തെങ്കിലും ഉദ്ദേശിച്ചാൽ അല്ലാതെ എനിക്കൊന്നും സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. ഞാൻ അവയൊന്നും പേടിക്കുന്നില്ല. വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ, എന്റെ റബ്ബ് ആരാ? നേരത്തെ മലക്കൂത്ത് സമാവാത്ത് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞല്ലോ, അല്ല ഫാത്തിറ സമാവാത്തി വളർന്നെന്ന് പറഞ്ഞല്ലോ. അവൻ ഫാത്തിറ സമാവാത്തി വളർന്നെന്ന് പറഞ്ഞു. ഭൂമികളെ എന്ത് ചെയ്തിരിക്കുകയാണ്? പ്രപഞ്ചത്തെ അഖിലം പൂർവ്വ മാതൃകയില്ലാതെ സൃഷ്ടിച്ചവനാണ്. എന്നിട്ട് ഇവിടെ എന്താ പറയുന്നത്? റബ്ബി, എന്റെ റബ്ബ് കംപ്ലീറ്റ് നോളജ് ഉള്ള ആളാണ്. വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ. അപ്പൊ കുല്ല ഷൈഇ അറിയാവുന്ന ആരെങ്കിലും പറയുന്നുണ്ടോ? ഈ ഗ്രന്ഥത്തിന്റെ കർത്താവ് എല്ലാ വിജ്ഞാന ശാഖകളിലും വ്യുൽപ്പത്തി നേടിയ ആളാണ് എന്ന് എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്? വസിഅ റബ്ബി കുല്ല ഷൈഇൻ ഇൽമ. അള്ളാഹു അലീം എന്നൊക്കെ ചില സ്ഥലങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. അള്ളാഹു നന്നായി അറിയുന്നവനാണ്, ഖബീർ സൂക്ഷ്മജ്ഞാനിയാണെന്ന് പറയും. ഇവിടെ എന്താ? വസിഅ, വൈഡ് ഇനഫ്, എന്ത് ചെയ്തിരിക്കുന്നു? വിശാലമാണ്. അവന്റെ നോളജ് എന്തിരിക്കുന്നു? പരന്ന് വിശാലമായി കിടക്കുകയാണ്. കുല്ല ഷൈഇൻ, എല്ലാറ്റിലും, ഈച്ച് ആൻഡ് എവ്രി വൺ, ഇൽമൻ, ജ്ഞാനത്തിന്റെ കാര്യത്തിൽ അവൻ എല്ലാ സംഗതികളിലും പരന്ന് വിശാലമായി കിടക്കുകയാണ്. അപ്പൊ പരന്ന് വിശാലമായി എല്ലാത്തിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവുള്ളവനാണ് അവൻ. അഫലാ തതദക്കറൂൻ. അപ്പൊ നിങ്ങൾക്ക് എന്ത് സംഭവിച്ചു? അനസീത്തും, നിങ്ങൾ മറന്നുപോയോ? ലാ തതദക്കറൂൻ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ? നിങ്ങൾ അജുനിൻതും, നിങ്ങൾക്ക് ഭ്രാന്ത് പിടിച്ചോ? അതാണോ നിങ്ങൾക്ക് ചിന്തിക്കാത്തത്? നിങ്ങൾ മറന്നുപോയോ? അതുകൊണ്ടാണോ നിങ്ങൾക്ക് ഓർമ്മിച്ച് പാഠം ഉൾക്കൊള്ളാൻ കഴിയാത്തത്? തതദക്കറൂൻ. കൈഫ അഖാഫു മാ അശ്റക്തും. പിന്നെ ചോദിക്കുകയാണ്, നിങ്ങൾ അള്ളയെ പേടിക്കുന്നുണ്ടോ? നിങ്ങൾ അള്ളയെ പേടിക്കുന്നുണ്ടോ?
എന്റെ റബ്ബിനെ നിങ്ങൾ പേടിക്കുന്നുണ്ടോ? പിന്നെ നിങ്ങൾ പങ്കു ചേർക്കുന്നതിന് ഞാൻ എങ്ങനെ പേടിക്കും? കൈഫ അഹാഫു, ഞാൻ എങ്ങനെ പേടിക്കും? മാ അശ്റക്തും, നിങ്ങൾ അവനോട് പങ്കു ചേർത്തതിനെ ഞാൻ എങ്ങനെ ഭയപ്പെടും? നിങ്ങൾ പങ്കു ചേർത്തതിന് ഞാൻ എങ്ങനെ ഭയപ്പെടും? വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാ, ഈ അള്ളയിലേക്ക് പങ്കു ചേർത്തതിന് ആ അള്ള നിങ്ങൾ എന്ത് ചെയ്യുന്നു? വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാഹി, അള്ളയോട് പങ്കു ചേർക്കുന്നതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പേടിക്കുന്നില്ല. അതായത് അള്ളയിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ എല്ലാവരും, അള്ളാഹുവിന്റെ റുബൂബിയ്യത്ത് അംഗീകരിക്കുന്നുണ്ട്. അപ്പൊ അവര് എന്ത് ചെയ്യുന്നു? അള്ളയുടെ റുബൂബിയത്തിനെ അംഗീകരിക്കുന്നുണ്ട്. ഈ ആ അഭിസംബോധിതർ അള്ളയെ അംഗീകരിക്കുന്ന രീതിയിലാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. നിങ്ങൾ അള്ളയോട് വേറൊന്നിനെ പങ്കു ചേർക്കുന്നതിന്, അന്നക്കും അശ്റക്തും ബില്ലാഹി ലാ തഖാഫൂന, നിങ്ങൾ ഭയപ്പെടുന്നില്ല, അന്നക്കും എന്തെന്നാൽ അശ്റക്തും നിങ്ങൾ പങ്കു ചേർത്തിരിക്കുന്നു, ബില്ലാഹി അള്ളയോട്. അപ്പൊ അള്ളയോട് ഫാത്തിർ സമാവാതി വൽ അർള് എന്ന് പറഞ്ഞ, പക്ഷേ റബ്ബി കുല്ല ഷൈഇൻ ഇൽമൻ എന്ന് പറഞ്ഞ, എല്ലാ സർവ്വതിനെയും പൂർവ്വ മാതൃകയില്ലാതെ ശ്രദ്ധിച്ചവൻ, അവന്റെ വിജ്ഞാനം എല്ലാത്തിനെയും പറന്ന് വിശാലമായി കിടക്കുന്നു. അങ്ങനെയുള്ള റബ്ബില് വേറൊന്നിനെ നിങ്ങൾ പങ്കു ചേർക്കാൻ നിങ്ങൾക്കൊട്ടും പേടിയില്ല. പിന്നെ നിങ്ങൾ എങ്ങനെ പിന്നെ നിങ്ങൾ അള്ളയോട് പങ്കു ചേർത്ത ആ പങ്കാളികൾ, ആ ദൈവങ്ങളെ ഞാൻ എന്തിനു ഭയപ്പെടണം? അശ്റക്തും വലാ തഖാഫൂന അന്നക്കും അശ്റക്തും ബില്ലാ, അള്ളയോട് നിങ്ങൾ പങ്കു ചേർക്കുന്നതിന് നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? ഭയപ്പെടുന്നില്ല. അന്നക്കും അശ്റക്തും ബില്ലാഹി, നിങ്ങൾ പങ്കു ചേർത്തിരിക്കുന്നു, അള്ളയോട് പങ്കു ചേർത്തിരിക്കുന്നു, അതിനെ നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല? പേടിക്കുന്നില്ല. മാലം യുനസ്സിൽ ബിഹി അലൈക്കും സുൽത്താനൻ, അതെന്താണ്? അത് യഥാർത്ഥത്തിൽ മാലം യുനസ്സിൽ ബിഹി, അവൻ ഇറക്കിയിട്ടില്ല, ബിഹി അതിൽ, അലൈക്കും നിങ്ങൾക്ക്, സുൽത്താനൻ ഒരു പ്രമാണവും ഒരു തെളിവും അവതരിച്ചു തന്നിട്ടില്ലാത്ത നിലയ്ക്ക് നിങ്ങൾ അവനോട് പങ്കു ചേർത്തിരിക്കുന്നു, അതിനെ നിങ്ങൾ ഭയപ്പെടുന്നില്ല. അങ്ങനെ ആ പങ്കു ചേർക്കലിനെ നിങ്ങൾ ഭയപ്പെടാത്ത അവസ്ഥയിൽ നിങ്ങൾ അള്ളയോട് പങ്കു ചേർത്തിരിക്കുന്നവയെ ഞാൻ എന്തിനു പേടിക്കണം? അയ്യൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, അംൻ എന്ന് പറഞ്ഞാൽ എന്താ? നിർഭയത്വം. അന്ന് നിർഭയത്വം. അപ്പൊ നിർഭയത്വത്തിന് അർഹൻ ആരാണ്? നിങ്ങളാണോ ഞാനാണോ? ഇതാണ് വാദം. അയ്യൽ ഫരീഖൈൻ, ഫരീഖ് വിഭാഗം, ഏത് നിങ്ങളാകുന്ന വിഭാഗവും ഞാനാകുന്ന വിഭാഗവും, ഈ രണ്ട് ടീമിലെ ആരാണ് അഹക്ക് ഏറ്റവും അർഹനായിട്ടുള്ളത്? അഹക്ക് എന്ന് പറഞ്ഞാൽ ഏറ്റവും അർഹമായിട്ടുള്ളത്. അഹഖു ബിൽ അംൻ, അയ്യുൽ ഫരീഖൈനി അഹഖു ബിൽ അംൻ, നിർഭയത്വത്തിന് അർഹരായിട്ടുള്ളത് ഏത് വിഭാഗമാണ്? രണ്ട് വിഭാഗത്തിൽ ഏത് വിഭാഗമാണ്? ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമില്ലേ? നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ പറയൂ. ഇൻ കുന്തും തഅലമൂൻ, നിങ്ങൾക്ക് വിവരമുണ്ടെങ്കിൽ പറയൂ, ഏത് ടീമാണ് നിർഭയത്വത്തിന് അർഹരായിട്ടുള്ളത്? അള്ളയോട് പങ്കു ചേർത്തവരാണോ, അല്ല അള്ളയോട് പങ്കു ചേർക്കാത്തവനാണോ? അള്ളയോട് പങ്കു ചേർത്തവരാണോ നിർഭയത്വമായിട്ടുള്ളവൻ, അതല്ല അള്ളയോട് പങ്കു ചേർക്കാത്തവരാണോ? ബാക്കി ഉത്തരം പറയുന്നില്ല. പിന്നെ ബാക്കി അമ്ന ആർക്കാന്ന് പറയുന്നുണ്ട്, അത് വേറെ രീതിയിലാണ് പറയുന്നത്. ഓക്കെ, വേറെന്താ സംശയം? ഹജ്ജഹു കൗമുഹു എന്ന് പറയുമ്പോ അത് ഇതായത് കൊണ്ടാണ്, ഫസ്റ്റില് ക്രിയ വന്നത് കൊണ്ടാണ് ഹജ്ജ എന്ത് പറഞ്ഞത്? ഹജ്ജഹു കൗമുഹു ഖാല തുഹാജുനി എന്നുള്ള ആയത്തില് കൗമുഹു എന്ന് പറയുമ്പോ ബഹുവചനല്ലേ? കൗമ് ബഹുവചനമാണെങ്കിലും ഏകവചനത്തിലാണ് അത് ഉപയോഗിക്കുന്നത്. കളക്റ്റീവ് നൗണാണ്, കളക്റ്റീവ് നൗണാണ്, ഏകവചനമായിട്ടാണ് ഉപയോഗിക്കുന്നത്. ചിലപ്പോൾ ബഹുവചനമായിട്ടും, ചിലപ്പോൾ അങ്ങനെയുള്ള പദം ചിലപ്പോൾ ബഹുവചനമായിട്ട് ഉപയോഗിക്കും. പിന്നെ
ക്രിയ ആദ്യം വന്നാലും അങ്ങനെ സിംഗുലർ അല്ലോ. ഇവിടെ അതല്ലല്ലോ. ഇവിടെ അങ്ങനെയല്ല. ആ കുറച്ച് ടച്ച് പോയിട്ട് ടച്ച് പോവുകയാണോ? അതെ, കുറച്ച് ടച്ച് ബ്രേക്കായി. പോകുന്നതിന്റെ ടച്ച് പോകുന്നതിന് എന്ത് ചെയ്യണം? എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കണം. എന്റെ കമ്പ്യൂട്ടർ ലാപ്ടോപ്പ് നമ്മളെപ്പോഴും എന്ത് ചെയ്യാം, മൗസും ഉപയോഗിച്ചല്ലേ ഉപയോഗിക്കുന്നത്, കീബോർഡും വെച്ചാണ് ഉപയോഗിക്കുന്നത്. കാരണം എനിക്ക് ധാരാളം ഉപയോഗം കൂടുതലായതുകൊണ്ട് ഞാൻ കീബോർഡും മൗസും വെച്ചിട്ടാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ എന്താ കുറെ ആൾ കഴിയുമ്പോഴത്തേക്ക് എന്താ ഈ കീബോർഡ് വർക്ക് ചെയ്യുന്നില്ല. കാര്യം എന്താ? കീബോർഡ് ഉപയോഗിക്കുന്നില്ല, ഉപയോഗിച്ചാലേ വർക്ക് ചെയ്യും. അപ്പൊ അതേപോലെ മൗസ് എപ്പോഴും ഉപയോഗിച്ചിരിക്കുന്നതുകൊണ്ട് ഈ ടച്ച് പാഡിന്റെ ടച്ച് പാഡ് കംപ്ലൈന്റ് ആവും. അപ്പൊ പിന്നെ ഞാൻ ഇപ്പൊ ഒരു കീ ഇതിനകത്ത് എന്ത് ചെയ്യുന്നില്ല, വർക്ക് ചെയ്യുന്നില്ല. ബാക്ക് സ്പേസ് വർക്ക് ചെയ്യുന്നില്ല ഇതിന്റെ ലാപ്ടോപ്പിലുള്ള. അപ്പൊ എന്ത് ചെയ്തു, ഞാൻ പിന്നെ വിചാരിച്ചു കുറച്ചു നേരം ലാപ്ടോപ്പിലെ കീബോർഡ് ഉപയോഗിക്കുക, അല്ലാത്തപ്പോ കൂടുതൽ ഉപയോഗം വരുന്ന സമയത്ത് കീബോർഡ് ഉപയോഗിക്കാൻ പറ്റും. അപ്പൊ കുറെ നാൾ ബാക്ക് സ്പേസ് ഉപയോഗിച്ചപ്പോ എന്തായി, അത് ഒരിക്കലും ശരിയായി. അപ്പൊ വല്ലപ്പോഴും കൂടി മാത്രമേ പണി മുടങ്ങുന്നുള്ളൂ. അപ്പൊ എന്ത് ചെയ്യണം? ഉപയോഗിച്ചിട്ടിരുന്നാലേ അതെന്താവുള്ളൂ, അത് പ്രവർത്തനക്ഷമമാവുള്ളൂ. ഏത് സംഗതി അങ്ങനെയാണ്. ഇപ്പൊ ഒരു ലാപ്ടോപ്പ് കൊണ്ടുപോയി ശരിയാക്കിയപ്പോ കുറച്ചാൾ ഉപയോഗിക്കാതിരുന്ന ലാപ്ടോപ്പ് കൊണ്ടുപോയി ശരിയാക്കി കംപ്ലൈന്റ് ഉണ്ടെന്ന് പറഞ്ഞു. അയാൾ അവസാനം എല്ലാം റെഡിയാക്കി തന്നിട്ട് പറയും ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കണം കേട്ടോ എന്ന് പറയും. എന്താ അർത്ഥം? അത് ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കംപ്ലൈന്റ് ആകുന്നത്. ഇലക്ട്രോണിക് ഡിവൈസ് പോലും ഉപയോഗിക്കാതെ വെച്ചിരുന്നാൽ ചീത്തയായി പോകും. പിന്നെ നമുക്ക് എപ്പോഴും അറിയാവുന്ന ഒരു സംഗതി പറഞ്ഞത്, സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ എന്തെങ്കിലും സാധനങ്ങൾ, നമ്മൾ കിണറൊക്കെ ഉണ്ടായിരുന്ന പഴയ കിണറൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കിണറ്റിൽ വീണുപോയെന്ന് വിചാരിക്കുക. അപ്പോൾ ആ സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധനം കിണറ്റിൽ വീണുപോയി കുറെ നാൾ കഴിഞ്ഞിട്ട് നമ്മൾ അതിനെ എന്ത് ചെയ്തു, റീട്രീവ് ചെയ്തെടുത്തു. കിണർ ഇറയ്ക്കുമ്പോഴോ അല്ലെങ്കിൽ ക്ലീൻ ചെയ്യുമ്പോഴോ അതെന്ത് ചെയ്തു, ആ സാധനം പുറത്തെടുത്തു. അപ്പൊ എന്താണ്, ഈ സ്റ്റെയിൻലെസ് സ്റ്റീൽ സാധനം അഴുക്ക് പിടിച്ചിട്ടുണ്ടാവും. അതെ, അങ്ങനെ സ്റ്റെയിൻലെസ് സ്റ്റീൽ ക്ലാവ് പിടിക്കുന്ന എങ്ങനെ? സ്റ്റെയിൻലെസ് ആണ്, അതിന്റെ കാർബൺ മുഴുവൻ എടുത്തു കളഞ്ഞിരിക്കുകയാണ്. അപ്പൊ അതുപോലും എന്താവും, അഴുക്ക് പിടിക്കും ഉപയോഗിക്കാതിരുന്നാൽ. അല്ലെങ്കിൽ തുരുമ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷെ പിന്നീട് അതിന്റെ നന്നായിട്ട് വൃത്തിയാക്കിയാൽ മാത്രമേ അതിന്റെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ തിളക്കം ഉണ്ടാവണം. എപ്പോഴും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീലും ഉപയോഗിക്കാത്ത സ്റ്റെയിൻലെസ് സ്റ്റീലും നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതേപോലെ തന്നെയാണ് ബ്രെയിനും മെമ്മറിയും എല്ലാം. അതിന് ഒരേ ഒരു സംഗതിയുള്ളൂ, നിങ്ങൾ ഖുർആൻ ഒരുപാട് വായിക്കാതിരിക്കുക. എന്ത് ചെയ്യണം? വായിക്കുന്നതിന് ചിന്തിച്ചുകൊണ്ട് മാത്രം വായിക്കുക. ഒരു പേജ് ഒരു പാരഗ്രാഫ് വായിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൽ എന്താ പറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി വായിക്കുക. മനസ്സിലാക്കാതെ വരുമ്പോൾ ഉദാഹരണം, ഇത് ഇവിടെ എന്തെങ്കിലും വാക്ക് ഹജ്ജഹു ഖൗമുഹു പോലെ എന്തെങ്കിലും വാക്ക് വന്നിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നമുക്ക് മനസ്സിലായിട്ട്, ഒരു വാക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ വാക്കിന്റെ പരിഭാഷയും അതിന്റെ വ്യാഖ്യാനം മനസ്സിലാകുന്ന വ്യാഖ്യാനം വായിച്ചു. മുമ്പേ ആ വ്യാഖ്യാനം വായിക്കാൻ പറഞ്ഞില്ല, ഇപ്പോഴും വ്യാഖ്യാനം വായിക്കണം. നമുക്ക് അതിന്റെ ആശയം മനസ്സിലായിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, വ്യാഖ്യാനം നോക്കണം. അതിന്റെ വ്യാഖ്യാനം എന്താണെന്ന് നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ വ്യാഖ്യാനം നോക്കണം. അപ്പൊ എന്തായി, അത്രയും പഠിച്ചാൽ മതി. നമ്മൾ എത്ര സെക്കൻഡ് ഖുറാന് വേണ്ടി ചെലവഴിക്കുന്നു അതിനാണ് എന്ത് ചെയ്യുന്നത്, പ്രതിഫലം കിട്ടുന്നത്. അല്ലാതെ നമ്മൾ വായിച്ച അക്ഷരത്തിനല്ല. അത് സാധ്യതയ്ക്കനുസരിച്ചാണ് ബാധ്യത എന്ന് പറയുന്നത്. ഖുറാൻ അർത്ഥം പഠിച്ച ആളെ സംബന്ധിച്ചോളം അതിന്റെ വ്യാഖ്യാനം മനസ്സിലാക്കണം. അർത്ഥം പഠിക്കാത്ത ആളെ സംബന്ധിച്ചോളം അർത്ഥം പഠിക്കണം. ഇനി അർത്ഥത്തിൽ എല്ലാ വാക്കും അറിയാത്ത ആളെ സംബന്ധിച്ചോളം ആണെങ്കിൽ അയാൾക്ക് അറിയുന്നതിനെ വെച്ചുകൊണ്ട് മനസ്സിലാക്കാൻ നോക്കണം. അങ്ങനെ അങ്ങനെ വായിച്ച് പോയി അടുത്ത ഘട്ടത്തിലേക്ക് പോകുമ്പോൾ മാത്രമേ അത് പവർഫുൾ ആയിട്ടിരിക്കുള്ളൂ. കുറെ ആൾ പഠിപ്പിക്കാതിരുന്ന ആൾക്കാർ പഠിപ്പിക്കാൻ പോകുമ്പോഴത്തേക്ക് അവർക്ക് പണ്ട് പഠിച്ച കാര്യങ്ങളൊക്കെ മറന്നുണ്ടാവും. പിന്നീട് അവർക്ക് പഠിപ്പിക്കാൻ പറ്റില്ല എന്നാ പറയുന്നത്. വളരെ വിദഗ്ധരായ അധ്യാപകർ പോലും കുറെ നാള് ഏതാനും വർഷം അവർ പഠിപ്പിക്കാതിരുന്നാൽ അവർക്ക് ആ പഠിപ്പിക്കാനുള്ള സ്കില്ല് പോലും നഷ്ടപ്പെടും. സാർ, ഈ അബ്, അഹ്, ഹമ്മ് എന്നൊക്കെയുള്ളതിന്റെ പ്രയോഗം ഒന്ന് പറയാവോ? എങ്ങനെ പ്രയോഗത്തിൽ എന്താ, എങ്ങനെ വന്നോട്ടെ. അബൂബക്കർ എന്തിനു പ്രയോഗിക്കണം?
പ്രയോഗം ഒരു ഇസ്മ, ഒരു നാമം എന്ന നിലയ്ക്കാണ് പ്രയോഗിക്കുന്നത്. ആ നാമത്തിന് ജാ അബൂ ജാ അബൂബക്കർ, ജാ അബൂ ബക്കരിൻ, ബക്കറിന്റെ അബൂ വന്നു. അപ്പൊ ജാ അബൂബക്കർ എന്ന് പറയുമ്പോൾ ജാ വന്നു, ജാ ആര് വന്നു? അബൂബക്കർ. അബ് എന്ന് ഒറ്റയ്ക്ക് പറയുമ്പോൾ മാത്രമേ അബിന് രണ്ട് അക്ഷരം മാത്രം ഇട്ട് എഴുതുള്ളൂ. അതിന് റഫ് കൊടുക്കേണ്ട സന്ദർഭത്തിൽ എന്ത് ചെയ്യണം? അബൂ എന്ന് ചേർത്ത് ആ അബൂബക്കറിൻ. അപ്പൊ അവിടെ ഇലാഫത്തുണ്ടാവും, ആരുടെ അബു എന്ന് പറഞ്ഞു. അങ്ങനെ വരുമ്പോഴാണ് അബൂബക്കറിൻ, അബൂബക്കറിൻ. ജാ അബൂബക്കറിൻ. റഅയ്തു, ഞാൻ കണ്ടു. ആരെ കണ്ടു? അബാബക്കറിൻ, അബാബക്കറിൻ. ഞാൻ ബക്കറിന്റെ വാപ്പയെ കണ്ടു, അബാബക്കറിൻ. അപ്പൊ അബാ എന്നാ പറയുക. അതേപോലെ മറർത്തു ബി അബീബക്കറിൻ, മറർത്തു ബി അബീബക്കറിൻ. അല്ലെങ്കിൽ അൻ അബീബക്കറിൻ സിദ്ദീഖ്, അൻ അബീബക്കറിൻ. അൻ വന്നതുകൊണ്ട് എന്ത് ചെയ്തു? അബീക്ക് കസർ കൊടുത്തു, കൊടുത്തു, അബീബക്കറിൻ. ഓക്കെ. വേറെ കഴിഞ്ഞ അറബിക്കിന്റെ ക്ലാസ്സിൽ എന്താ വരാഞ്ഞത്? അബൂബക്കറിന്റെ സംശയം ചോദിച്ച ആളെ ചോദിച്ചു. ആരോടാ? ഹലീം ഖാനോട്. അബൂബക്കറിന്റെ സംശയം ചോദിച്ചില്ല. അപ്പൊ അറബിക്കിന്റെ ക്ലാസ് വരാഞ്ഞെന്തെന്ന് ആരോടാ മനസ്സിലായില്ല. ഹലീമ ഖാനോട്. ആ, ഞാന് കഴിഞ്ഞ ക്ലാസ് കയറാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്നോടാ വിചാരിച്ചു പോയതാ. അല്ല, നിങ്ങൾ ചിലപ്പോ കേറിയാലും മിണ്ടൂല, സംസാരിക്കാത്തതുകൊണ്ട് അറിയില്ല. ഈ ആൾക്കാർ സമയമായാൽ അറിയിക്കുന്ന ആൾക്കാർ. സമയമായി 8 മണിയായെന്ന് പറയും. അപ്പൊ ഞാൻ ആൾക്കാർ അതിനകത്ത് 10 മിനിറ്റ് കുഴപ്പമൊന്നുണ്ട് മൗലവി. കാരണം എനിക്ക് എന്റെ പേരക്കുട്ടീനെ ബസ് കയറ്റാണ്ട്. അപ്പൊ ഓടിപ്പോയി അവിടെ ആക്കി തിരിച്ചു വരിക. ഇടയിൽ ഒരു 10 മിനിറ്റ് നഷ്ടപ്പെട്ടു. നിങ്ങളെ പുസ്തകം കിട്ടിയായിരുന്നോ? ഓ, കിട്ടിയത് പേയ്മെന്റ് നടത്തിയിട്ടില്ല. അല്ല, അതല്ല ഞാൻ ചോദിച്ചത്, പുസ്തകം കിട്ടിയോന്ന് ചോദിച്ചു. ഓ, കിട്ടി. പഠിപ്പിക്കാൻ തുടങ്ങി. എന്റെ പേരക്കുട്ടിക്ക് ഒന്ന് കൊടുത്തിട്ട് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെന്താ ചേർക്കാൻ? നമ്മളെ ഗ്രൂപ്പിൽ ചേർക്കാൻ എന്താ? അതിന് സമയമില്ല. അവര് 10ാം ക്ലാസ് ആയതുകൊണ്ട് മാക്സിമം അവിടെ ഇവിടെയൊക്കെ ട്യൂഷനാണ്. നിങ്ങളെ സമയം എന്നെ യോജിച്ചിട്ടില്ല. ഞാൻ നോക്കിന്ന് ചേർത്താന്. ഓക്കെ. സമയം എല്ലാവർക്കും 24 വയസ്സേ ഉള്ളു. അതല്ല, ഇവരുടെ ആ സമയം യോജിച്ച് വരുന്നില്ല. നിങ്ങളുടെ സമയത്ത് അവർക്ക് ഇവിടെ ക്ലാസ് ആണ്. ഓൺലൈൻ ക്ലാസ് ആയതുകൊണ്ട് ഇപ്പൊ രാത്രിയൊക്കെ ക്ലാസ് ആണല്ലോ 10ാം ക്ലാസ്സുകാർക്കൊക്കെ. ഓക്കെ. നമ്മൾ നോക്കേണ്ടത് എങ്ങനെ സമയം കുറയ്ക്കാൻ പറ്റുമെന്നാണ് നോക്കേണ്ടത്, എങ്ങനെ സമയം കൂട്ടാന്നല്ല. അതെ. 24 മണിക്കൂർ നമ്മൾ ചിന്തിക്കുന്നത് നമ്മളെ കുട്ടികൾക്ക് അങ്ങനെ 25 മണിക്കൂർ ഉണ്ടെങ്കിൽ 1 മണിക്കൂറോടെ ട്യൂഷൻ കൊടുക്കാന്നുള്ളത്. നമ്മളെ സമയത്തോളം എന്താണ്, മാനേജ്മെന്റ് തീരെ കിട്ടുന്നില്ല. എങ്ങനെ സമയം കുറയ്ക്കാമെന്നാണ് നോക്കേണ്ടത്. കുട്ടികൾക്ക് എങ്ങനെ സമയം കുറയ്ക്കാം. ഇപ്പൊ സ്കൂളില് എന്താ ചെയ്യുന്നത്? സ്കൂളിൽ നമ്മൾ 1 മണിക്കൂറോടെ കൂട്ടുക, അല്ലെങ്കിൽ 1/2 മണിക്കൂറത്തെ കൂട്ടുകയാണ്. സമയം കൂട്ടലാണോ പരിഹാരം എന്നാണ് നോക്കേണ്ടത്. അധ്യാപകർ കൃത്യമായി ക്ലാസ്സിൽ വരുന്നുണ്ടോ? അതൊക്കെ അവര് 5 മിനിറ്റ് ക്ലാസ്സിൽ വൈകുന്നുണ്ടോ? 5 മിനിറ്റ് എങ്കിലും അവർ റെഫർ ചെയ്തിട്ടാണോ വരുന്നത്? അവരെ റെഫർ ചെയ്തിട്ടാണോ വരുന്നത്? അവർക്ക് ടെക്സ്റ്റ് ബുക്ക് ഇല്ലാതെ പഠിപ്പിക്കാൻ പറ്റുമോ? ഇതാണ് നോക്കേണ്ടത്. ആ പോയിന്റുകൾ പഠിപ്പിക്കാന്റെ പോയിന്റ് നമ്പർ 1, 2, 3, 4, 5. അവരെന്ത് ചെയ്യാൻ? ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ, ടെക്സ്റ്റ് ബുക്ക് എന്ത് ചെയ്യാൻ? ഛർദ്ദിക്കുകയാണ്. ഒരു കോപ്പി അടിച്ചിട്ട് പോക്കറ്റ് വെച്ചിട്ടുണ്ട്, ഛർദ്ദിക്കുക. ഇതൊക്കെ സിമ്പിളായ ലളിതമായ സംഗതികളുണ്ട്. നമ്മുടെ കുട്ടികൾക്ക് ഒരിക്കലും അമിതമായ എൻഗേജ്മെന്റ് കൊടുക്കരുത്. അതല്ല സൊല്യൂഷൻ. അല്ല, അമിതമായ എൻഗേജ്മെന്റ് കൊടുക്കുന്ന നല്ല സൊല്യൂഷൻ. ഞങ്ങളുടെ സ്കൂളിൽ അയക്കല്ലോ, നമ്മള് വേറെ സ്കൂളിൽ അയക്കണം. അതെ, എനിക്കൊരു അനുഭവം ഉണ്ട് മൗലവി. ഞാന് പിന്നെ ഓംസിലോ മൗലവിക്ക് അറിയാലോ, I = E/R.
മനസ്സിലല്ലേ IEC/D/R. അതെ അതെ അതെ. അതായത് കറണ്ട് വോൾട്ടേജിനെയും അതിന്റെ റെസിസ്റ്റൻസിനും ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നാണല്ലോ പറയുന്നത്. അപ്പൊ ഇതിങ്ങനെ ബൈഹാർട്ട് പഠിച്ചു, ആ ഫോർമുല പഠിച്ചു, കറണ്ട് അങ്ങനെയാന്ന് പറയാന്നല്ലാണ്ട് അപ്പൊ നമ്മള് റിഫ്ലക്ഷൻ ക്ലാസ്സിന് മദ്രാസ് IIT പോയി. അപ്പോൾ അവിടെ പ്രൊഫസർ വന്നത് കുറെ സാധനങ്ങളൊക്കെ ആയിട്ടാണ്. ഒരു ബാഗിൽ എന്തൊക്കെയോ സാധനങ്ങൾ, കുറെ കോട്ടി എടുത്ത് മേശപ്പുറത്ത് ഇങ്ങനെ വെച്ചു, വൈക്കായിട്ട് വെച്ചു. എന്നിട്ട് ആ കോട്ടിക്ക് ഒരു ചൊട്ട് കൊടുത്തു. പിന്നെ അങ്ങോട്ട് ചോദ്യമാണ്. ഞാൻ ചൊട്ടിയപ്പോൾ കോട്ടി കുറേ ഗോളികൾ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് പോയി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് നിന്ന്. അങ്ങനെയാണ് ഓംസ് ലോ പഠിപ്പിച്ചത്. അപ്പൊ ഞാൻ കൈകൊണ്ട് കൊടുത്ത ഫോഴ്സ് ആണ് ഇലക്ട്രിക്കൽ വോൾട്ടേജ് എന്ന് പറയുന്നത്. മൂവ് ചെയ്യാനുള്ള ഒരു ഫോഴ്സ് ഞാൻ കൊടുത്തു ഇലക്ട്രോൺസിന്. എത്ര ഗോളികൾ ഒഴുകിപ്പോയി അതാണ് കറണ്ട്. പിന്നെ ഗോളികൾ എന്തുകൊണ്ട് നിന്നു? പ്രതലത്തിലെ റെസിസ്റ്റൻസ് ഉണ്ട്, അതാണ് റെസിസ്റ്റൻസ്. ഇങ്ങനെയാണ് ഓംസ് ലോ പഠിപ്പിച്ചത്. അപ്പൊ ആ പഠനവും നമ്മളെ 10ാം ക്ലാസ്സിലുള്ള പഠനവും തമ്മിൽ എത്ര വ്യത്യാസമുണ്ട്! എത്ര മണിക്കൂർ നമ്മൾ പഠിപ്പിക്കുന്നത്! നമ്മൾ പഠിപ്പിച്ചിട്ട് വീണ്ടും വീണ്ടും പഠിപ്പിച്ച് മെമ്മറൈസ് ചെയ്യാൻ. അതെ. അപ്പൊ ഞാൻ എന്നൊരു അധ്യാപനം എന്ന നിലയ്ക്ക് അത് ഇന്നും ഓർക്കും, ആ പ്രൊഫസറുടെ ഒരു സ്കൂളിൽ അയച്ചാല് ആ സ്കൂളിൽ അഡീഷണൽ ട്യൂഷൻ കൊടുക്കണമെങ്കിൽ നമ്മൾ എന്തെങ്കിലും ആ സ്കൂളിൽ അയച്ചിരുന്നു. അതെ. പിന്നെ ട്യൂഷൻ എടുക്കുന്ന സാറിന് മാഷ് മാത്രം പഠിപ്പിച്ചാൽ പോരെ? ശരിക്കും അത് മതി യഥാർത്ഥത്തിൽ. സ്കൂളൊക്കെ അവർക്ക് ശമ്പളം വാങ്ങാനുള്ള ഒരു ടൂളാണ്. സ്കൂളുകാരും വേറെ പ്രൈവറ്റ് CBSE സ്കൂളുകാർ പോലും പ്രൈവറ്റ് ട്യൂഷൻ നടത്തുന്നുണ്ട്. അതെ. അപ്പൊ സ്കൂളിൽ അവരും ട്യൂഷൻ വേറെ നടത്തും. അതെ. ആ സംഭവങ്ങൾ നമ്മൾ യഥാർത്ഥത്തിൽ നമുക്ക് CBSE സിലബസിനെ പോലും അറിയില്ല. CBSE സിലബസ് എന്ന് പറയുന്നത് സിലബസ് അല്ല സാർ, യഥാർത്ഥത്തിൽ അതിൽ ഗൈഡ് ലൈൻസ് മാത്രമേ ഉള്ളൂ. അതെ. അപ്പൊ എന്ത് ചെയ്യണം? അതിന്റെ സമ്മറി എന്താണ്? ആ സമ്മറി നമ്മൾ പഠിപ്പിക്കണം. അതെ. സമ്മറി അവര് പോലും ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിപ്പിക്കാനില്ല CBSEക്ക്. തീരൂല. അല്ല, ടെക്സ്റ്റ് ബുക്ക് കംപ്ലീറ്റ് പഠിപ്പിക്കേണ്ടതില്ല CBSEക്ക്. എന്താണ് സ്ട്രക്ചർ, എന്താണ് ഘടന, എന്താണ് സംഭവം എന്ന് മാത്രമേ അറിയേണ്ടത്. ഇപ്പൊ ഞാൻ അറബി ഭാഷ പഠിപ്പിക്കുന്ന സ്ഥലത്ത് ഞാൻ എനിക്ക് സ്കൂളിൽ അണ്ടർസ്റ്റാൻഡ് കൂടാൻ പഠിപ്പിക്കാൻ പറയാം. അവിടെ ഞാൻ ചെന്ന് നോക്കിയപ്പോൾ അറബിക്ക് എന്താ പഠിപ്പിക്കുന്നത് ചോദിച്ചപ്പോൾ അവര് CBSEയിലെ പുസ്തകമുണ്ട്. CBSEയിലെ പുസ്തകം വേറെ ഒരു പബ്ലിഷർ പബ്ലിഷ് ചെയ്തതാണ്. CBSEയുടെ പുസ്തകം തന്നെ പല പബ്ലിഷർക്കും എന്ത് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. ഏത് ലാംഗ്വേജ് പുസ്തകം പോലും. ലാംഗ്വേജ് പുസ്തകം പോലും എന്ത് ചെയ്യുന്നില്ല, അത് സ്പെസിഫിക് പുസ്തകം തന്നെ പഠിപ്പിക്കണമെന്ന് നിർബന്ധമില്ല. നമുക്ക് അതിനെ കുറിച്ചൊന്നും അറിയാം. നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മൾ ഉടനെ തന്നെ ഒരു സ്കൂൾ തുടങ്ങുന്നു. അത് പിന്നെ എന്താണ് മറ്റേ ചെയ്ത് എന്താണ് അത് തന്നെ നമ്മൾ ചെയ്യുന്നു. അവർ പഠിപ്പിക്കുന്നത് അത് തന്നെ ചെയ്യുന്നു. അവിടെ ആരാണ് പിന്നെ ഏതായ ഒരു പുസ്തകത്തിന് ഞാൻ കണ്ടായിരുന്നു കുറെ നാൾ മുമ്പാണ്. ഹു ഈസ് ദ ഫൗണ്ടർ ഓഫ് ഇസ്ലാം എന്ന് ചോദിക്കും. അപ്പം മുഹമ്മദ് ഫൗണ്ടർ ഓഫ് ഇസ്ലാം. അപ്പൊ അങ്ങനെയൊക്കെ ചോദിച്ചു. അങ്ങനെ കുറെ സംഭവം എഴുതി. അപ്പൊ എന്താണ് ഈ സിലബസ് അതങ്ങ് പഠിപ്പിക്കുകയാണ്. അവർക്ക് ആൾട്ടർനേറ്റീവ് സംഭവം ഇല്ല. അപ്പൊ അതിനെ കുറിച്ചൊക്കെ യഥാർത്ഥം നമ്മൾ തന്നെ പഠനം നടത്തണം. എന്താണ് ഈ സിലബസ് എന്നും എന്താണ് എഡ്യൂക്കേഷൻ സിസ്റ്റം എന്നും. നമ്മളെ ഒരു വിഷയം ഉണ്ടാകുമ്പോൾ നമ്മൾ ഉടനെ ചാടിക്കയറി ഇത് മദ്രസ പ്രസ്ഥാനത്തിനെതിരാണെന്ന്. ആ പ്രതികരിക്കേണ്ടത് എങ്ങനെയാണോ എന്ന് ചോദിക്കുക. അപ്പൊ മദ്രസ പ്രസ്ഥാനത്തിനെതിരാണെന്ന് പറയുന്നത് നിങ്ങളുടെ മതം ഇതിലേക്ക് കൊണ്ടുവരേണ്ടത്. വെറുതെ ആവശ്യമില്ലാതെ ഒരു പ്രശ്നം ഉണ്ടാക്കുന്നല്ലാണ്ട് ആവശ്യമില്ലാതെ ഇഷ്യൂ ഉണ്ടാക്കുകയാണ് സംഭവം. ഞാൻ ആ സമയം മാറ്റണമെന്ന് അല്ലെന്നല്ല പറഞ്ഞതിന്റെ അർത്ഥം എന്താ? നമ്മൾ പ്രതികരിക്കേണ്ട രീതിയിൽ പ്രതികരിക്കും. ഇതിന് സൊല്യൂഷൻ എന്താണ്? അപ്പൊ നമ്മൾ ഉടനെ നോക്കണം, ഇതിന്റെ സൊല്യൂഷൻ നമ്മൾ വേറെ കണ്ടുപിടിച്ച് കൊടുക്കണം അവർക്ക്. നമ്മൾ എവിടെ ചെന്നാലും സൊല്യൂഷൻ കണ്ടുപിടിച്ച് കൊടുക്കാൻ നമ്മൾ തീരുമാനിച്ചാൽ നമ്മളെ പ്രോബ്ലം തീരും. നമ്മളവിടെ ഇത് അങ്ങനെയല്ല ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ അവരതൊന്നും അംഗീകരിക്കില്ല. നമ്മൾ പ്രോബ്ലം പറഞ്ഞാൽ അവരംഗീകരിക്കില്ല. നമ്മൾ പോലും പറയുന്നത് കേൾക്കുക എന്നല്ലാണ്ട് കേട്ട് കഴിഞ്ഞതിന് ശേഷം കൂർമ്മ ബുദ്ധി ഉപയോഗിക്കുന്നില്ലല്ലോ. ഇപ്പോ ഉസ്താദിന്റെ ക്ലാസ് തന്നെ ഞാൻ ആദ്യത്തെ ക്ലാസ്സിൽ ഉസ്താദ് പറയുന്ന അങ്ങനെ തന്നെ കേൾക്കുന്നതാണ്. രണ്ടാമത്തേതിൽ ഞാൻ എന്റേതായ നോട്ട്സ് ഉണ്ടാക്കുന്നു. എന്നിട്ട് മൂന്നാമത്തേതിൽ സംശയം ഉണ്ടെങ്കിലേ ചോദിക്കുന്നുള്ളൂ. അപ്പോൾ സംശയം വരൂല. അത് പറഞ്ഞത് അങ്ങനെ തന്നെ എഴുതുമ്പോഴത്തേക്ക് തന്നെ സംശയം കുറെ തീരും. നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചില സംശയങ്ങൾ ക്ലിയർ ആയി കിട്ടും. ശരി. നമ്മൾ ഈ പറഞ്ഞതിൽ എന്തെങ്കിലും വ്യാകരണം എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടോ? സമയം നമ്മൾ ദീർഘിച്ചുകൊണ്ടിരിക്കുന്നു. എനിക്കും എന്റെ അടുത്ത പരിപാടിയിലേക്ക് പോകണം. പക്ഷെ ഇപ്പൊ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ഇത് മനസ്സിലാക്കിയാണ്, സൂര്യൻ പെണ്ണുങ്ങളാന്നുള്ളത്. അതൊക്കെ ഇത് ഷംസ് കുബിറത്ത് പഠിപ്പിച്ചോ നമ്മൾ പറഞ്ഞു തന്നിട്ടുണ്ട്. അതെ, നിങ്ങള് ലൈവ് ക്ലാസ്സിലാണ് പങ്കെടുത്തതെങ്കിൽ പറഞ്ഞു തന്നിട്ടുണ്ട് ഷംസ് കുബിറത്ത്. അത് പറയുമ്പോൾ തന്നെ കമറിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടാവും. അതെ.
അശ്ശംസി വളുഹാഹ അതെ. വൽഖമരി ഇദാ തലാഹ. തൊലാഹ ത്വാലത താവല്ലേ? അല്ലേ? തലായത്തിലു തിലാവത്ത്. രണ്ട് കുത്തുള്ള താ. ആ തലായത്തിലു തിലാവത്താണ്. അപ്പൊ തല എന്ന മുദക്കറാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തല. ഹ പറഞ്ഞപ്പോ ഷംസ് പറഞ്ഞപ്പോഴത്തേക്ക് എന്താണ് ഷംസിനെ കുറിച്ച് പറഞ്ഞപ്പോ ഹായാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഒരുപാട് സന്ദർഭങ്ങളുണ്ട്. അതെ അതെ. ശരി. അല്ലാഹു സുബ്ഹാനഹു വ തആല ഖുർആൻ യഥാവിധി വായിക്കാനും പഠിക്കാനും ചിന്തിക്കാനും നമുക്ക് തൗഫീഖ് നൽകട്ടെ. അതേപോലെ നമ്മുടെ അടുത്ത ജനറേഷന് അതിലേക്ക് കൊണ്ടുവരണം. അതിന് വേണ്ടിയുള്ള തന്ത്രങ്ങൾ നമ്മൾ തന്നെയാണ് പറഞ്ഞ പോലെ. അതിന് നമ്മൾ ഡയറക്റ്റ് അപ്രോച്ച് അല്ല, പ്രത്യേകിച്ച് നമ്മളെ തലമുറയിലേക്ക് ഇൻഡയറക്റ്റ് അപ്രോച്ചാണ് ചെയ്യേണ്ടത്. അവരതിലേക്ക് തിരിച്ചു വിടാനുള്ള ആസൂത്രണങ്ങൾ നമ്മൾ ചെയ്യണം. അവരേത് മേഖലയിലേക്ക് പോയാലും അവരെന്തായിരിക്കണം? തൗഹീദിലായിരിക്കണം. അതേപോലെ അറബി ഭാഷ അറിയുന്നവരായിരിക്കണം. നമ്മളെല്ലാം പഠിപ്പിക്കുന്നുണ്ട്, അറബി ഭാഷ പഠിപ്പിക്കണം മാത്രം നമ്മൾ ചിന്തിക്കുന്നില്ല. നമ്മൾ ഡോക്ടറാണ്, എഞ്ചിനീയറാണ് എന്നൊക്കെ പറയുമ്പോൾ ആയിരക്കണക്കിന് പേജുകളാണ്, ഈ 1 ലക്ഷക്കണക്കിന് പേജുകളാണ് വായിച്ചു വരുന്നത്. അത്രയും പേജുകൾ ഒരു സെമസ്റ്ററിന് അവർക്ക് പഠിക്കേണ്ട പേജുകളുടെ എണ്ണം അത്ര. അത്രയും പേജ് വായിച്ചിട്ടാണ് ഒരു പരീക്ഷ എഴുതേണ്ടത്. അറബി ഭാഷ പഠിക്കാൻ പറഞ്ഞാൽ മണിക്കൂർ നിങ്ങൾ 2-2.5 വർഷത്തെ കോഴ്സ് എടുത്താലും 1 മണിക്കൂർ 2 മണിക്കൂർ ആഴ്ചയിൽ ചെലവഴിച്ചാൽ എന്തായി? അറബി ഭാഷയായി, ഖുർആനായി. അത് സിമ്പിളായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ആ രീതിയിൽ അവർക്ക് അറബി ഭാഷയോട് അഭിനിവേശം ഉണ്ടാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഖുർആനോട് അഭിനിവേശം ഉണ്ടാവുള്ളൂ. അല്ലാതെ ഖുർആൻ വായിക്കണം ഓതണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് യാതൊരു ചിന്ത ഉണ്ടാവില്ല. ഇതിൽ ഓരോ വായിക്കുന്ന ഓരോ പേജിലും അവർക്ക് അനവധി ഫിലോസഫികൾ, തത്വജ്ഞാനങ്ങൾ, അല്ലെങ്കിൽ മുത്തുകൾ, രത്നങ്ങൾ അതിൽ നിന്ന് കിട്ടും. നമ്മൾ വായിക്കാൻ പറയുന്നത് സ്റ്റീഫൻ കൊവയുടെയും അല്ലെങ്കിൽ എന്താ പറയാ അതുപോലുള്ള ആൾക്കാരുടെയൊക്കെ പുസ്തകങ്ങളായിരിക്കും വായിക്കാൻ പറയും. നെപ്പോളിയൻ ഹിൽസിന്റെ പോലുള്ള പുസ്തകങ്ങളൊക്കെയാണ് നമ്മൾ വായിക്കാൻ പറയും. ശിവഖേരയുടെ ഒക്കെ പുസ്തകം വായിക്കാൻ പറയും. പക്ഷെ അതെല്ലാം എടുത്തു നോക്കിയാൽ അതെല്ലാം ഖുർആനിൽ നിന്ന് കോപ്പി അടിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും കോപ്പി അടിച്ചാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ആ അപ്പൊ ആ രീതിയിൽ അവർക്ക് അഭിനിവേശം ഉണ്ടാകത്തക്ക രീതിയിൽ നമ്മൾ അവരുമായിട്ട് സന്ദേശം അല്ലെങ്കിൽ ആശയവിനിമയം നൽകണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. സല്ലല്ലാഹു തആല വസല്ലം അലാ ഖൈരി ഖൽഖി മുഹമ്മദ് വഅലാ ആലിഹി വസ്സഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ഇലാ ലിഖാ ബിഇذنില്ലാഹ്. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വഅലൈക്കും അസ്സലാം.